വെൽക്കം ടു വേദാന്ത മലയാളം. എല്ലാവർക്കും വേദാന്ത മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. സോ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാകും ആൻഡ് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് പാർട്ട് 1 നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? മെയിൻ ആയിട്ട് നമ്മൾ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. നെർവസ് സിസ്റ്റത്തിന്റെ ഡിവിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ന്യൂറോണിന്റെ സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അത് കൂടാതെ എങ്ങനെ ഒരു ഇമ്പൾസ് ജനറേറ്റ് ആവുന്ന ആൻഡ് ആ ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ കണ്ടക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിനാപ്സ് പഠിച്ചു അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിനാപ്സ് പഠിച്ചു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അതിന്റെ ബാക്കി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ബ്രെയിൻ ആണ്. അപ്പൊ ബ്രെയിനിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ ആ ചാപ്റ്റർ പകുതി മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. ആ പകുതി മാത്രം നമ്മൾ റേഷണലൈസ്ഡ് സിലബസ് വെച്ചിട്ട് നമ്മൾ പഠിച്ചാൽ മതി. അതായത് റിഫ്ലക്സ് ആക്ഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, സോ ബ്രെയിനും പിന്നെ റിഫ്ലക്സ് ആക്ഷനുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോ ബ്രെയിൻ നിങ്ങൾക്ക് അറിയാലോ, അതായത് നമ്മുടെ ശരീരത്തിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന, നമ്മളെ ബോഡിയുടെ പ്രിൻസിപ്പിൾ അല്ലെ, അല്ലെങ്കിൽ നമ്മളെ ബോഡീനെ കൺട്രോൾ ചെയ്യുന്ന ആ പ്രധാനപ്പെട്ട രാജാവാണ് നമ്മുടെ തലച്ചോറ്, നമ്മുടെ മസ്തിഷ്കം അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബ്രെയിൻ നമ്മളെ ബോഡിയിൽ കൺട്രോൾ ചെയ്യുന്ന ഇഷ്ടംപോലെ കാര്യങ്ങളില്ലേ? എന്തൊക്കെയുണ്ട്? എന്തിനൊക്കെയാണ് നമ്മളെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നത്? ഒന്ന്, നമ്മുടെ ബോഡിയിലെ വോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആണ് അല്ലെ. ഇറ്റ് കൺട്രോൾസ് വോളണ്ടറി മൂവ്മെന്റ്സ്. എന്താണ് വോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ? നമ്മളെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഐച്ഛിക പ്രവർത്തനങ്ങൾ, അതിനെ വിളിക്കുന്ന പേരാണ് വോളണ്ടറി മൂവ്മെന്റ്സ്. അതായത് നമ്മളെ ഹാൻഡ് മൂവ് ചെയ്യുന്നു, ഫിംഗേഴ്സ് മൂവ് ചെയ്യുന്നു, നമ്മുടെ ലെഗ്സ് മൂവ് ചെയ്യുന്നു, ഹെഡ് മൂവ് ചെയ്യുന്നു അല്ലെ, നമ്മളെ ടങ്ക് മൂവ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മളെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന മൂവ്മെന്റ്സ് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് വോളണ്ടറി മൂവ്മെന്റ്സ്. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ബ്രെയിൻ ആണ്. പിന്നെ നമ്മളെ ബോഡിയുടെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ നമ്മളെ ബോഡിയുടെ ബാലൻസിങ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്രെയിൻ ആണ് അല്ലെ. അതായത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നിൽക്കാൻ പറ്റുന്നുണ്ട്, അല്ലാതെ നമ്മൾ വീണു പോകുന്നില്ല. ഇപ്പൊ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ, അതിന്റെ മേലെ എനിക്കൊരു കൺട്രോൾ ഉണ്ട്, അല്ലാതെ ഞാനിങ്ങനെ വീണു പോകുന്നില്ല. സോ അങ്ങനെ ബോഡിയുടെ ഒരു ബാലൻസ്, ബോഡിയുടെ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബ്രെയിൻ ആണ്. പിന്നെ ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നതും ബ്രെയിൻ തന്നെയാണ്. എന്താ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ? അതായത് നമ്മളെ ബ്രീത്തിങ്, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഡൈജഷൻ, സർക്കുലേഷൻ, ഹാർട്ടിന്റെ ബീറ്റ്, ഇങ്ങനെയുള്ള ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്, നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത മൂവ്മെന്റ്സിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? നമ്മുടെ മസ്തിഷ്കമാണ് നിയന്ത്രിക്കുന്നത് കേട്ടോ. പിന്നെ തെർമോ റെഗുലേഷൻ, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്രെയിൻ ആണ്. ആൻഡ് നമുക്ക് വിശക്കുന്നില്ലേ, നമുക്ക് ദാഹിക്കുന്നില്ലേ അല്ലെ, നമുക്ക് തോന്നും വിശക്കുന്നുണ്ട്, എനിക്ക് ഫുഡ് വേണം, ദാഹിക്കുന്നുണ്ട്, എനിക്ക് വെള്ളം വേണം. അപ്പൊ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആണ്. പിന്നെ നമ്മുടെ ബോഡിക്ക് ഒരു സിർക്കാഡിയൻ റിതം ഉണ്ട്. എന്താണ് മക്കളെ സിർക്കാഡിയൻ റിതം എന്ന് പറഞ്ഞാൽ? ഒരു 24 hour സൈക്കിൾ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ സ്ലീപ്പ് വേക്ക് സൈക്കിൾ. നമ്മൾ ഇന്ന സമയത്ത് ഉറങ്ങുന്നു, ഇന്ന സമയത്ത് എഴുന്നേൽക്കുന്നു അല്ല, അങ്ങനെ ഒരു 24 hour സൈക്കിളിനോട് നമ്മളെ ബോഡി ഇപ്പൊ എന്താ പറയുക, ഇങ്ങനെ മെയിൻറ്റെയിൻഡ് ആയിട്ട് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്രെയിൻ ആണ്. പിന്നെ നമ്മുടെ ബിഹേവിയർ, ഓക്കെ, നമ്മുടെ ഇമോഷൻസ്, അതെല്ലാം കൺട്രോൾ ചെയ്യുക ബ്രെയിൻ ആണ്. പിന്നെ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ടാവില്ലേ, ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്ന ഗ്ലാൻസ് ഉണ്ടാവില്ലേ, ഈ ഗ്ലാൻസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അത് നമ്മുടെ ബ്രെയിൻ ആണ്. പിന്നെ അത് കൂടാതെ നമ്മുടെ സെൻസറി ഓർഗൻസ്, കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു, ഫുഡിന്റെ ടേസ്റ്റ് അറിയുന്നു അല്ലെ, ആരെങ്കിലും തൊടുമ്പോ അറിയുന്നു, പിന്നെ ചൂട് തണുപ്പ് അറിയുന്നു അല്ലെ, സ്മെല്ല് അറിയുന്നു, ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന്റെ കൺട്രോളിലാണ് കേട്ടോ. അപ്പോ ഇറ്റ് ഈസ് ദ സൈറ്റ് ഫോർ വിഷൻ അല്ലെ, അതായത് കാഴ്ച, പിന്നെ ഹിയറിംഗ്, ഓക്കെ, അതായത് ചെവി കേൾക്കുന്നുണ്ട്, പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ, സ്പീച്ച്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുക ബ്രെയിനാ. ഇത് കൂടാതെ നമ്മൾ പറയും അവന് നല്ല ബുദ്ധിയുണ്ട്, അവന് നല്ല ഓർമ്മശക്തി ഉണ്ട് അല്ലേ, നമുക്ക് നല്ല ബുദ്ധി ഓർമ്മശക്തി ഒക്കെ ഇല്ലേ. അതായത് നമ്മുടെ മെമ്മറി, ഓക്കെ, നമ്മുടെ ഇന്റലിജൻസ്, പിന്നെ നമ്മുടെ ഇമോഷൻസ്, പിന്നെ നമ്മളെ ചിന്തകൾ, അതായത് തോട്ട്സ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുക നമ്മുടെ ബ്രെയിൻ ആണ്. ആകെ മൊത്തം നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ആര് തന്നെയാണ്? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായിട്ടുള്ള പാർട്ടായിട്ടുള്ള ഓർഗനായിട്ടുള്ള നമ്മുടെ ബ്രെയിൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ബ്രെയിനിനെ നന്നായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. നമ്മളെ ബോഡിനെ കൺട്രോൾ ചെയ്യുന്ന തലവനാണ് ബ്രെയിൻ. അപ്പൊ ഇയാളെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിക്ക് തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. സോ നമ്മുടെ ബ്രെയിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയാ, അസ്ഥി കൊണ്ടുണ്ടാക്കിയ, അതായത് ബോണ് കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സിന്റെ ഉള്ളില. അതായത് ഇതാണ് ആ ബോക്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ബോക്സിന്റെ അകത്താണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് ബ്രെയിൻ എന്ന് വിചാരിക്കുക. ഓക്കെ,
സോ ഈ കാണുന്ന ബോൺ കൊണ്ടുണ്ടാക്കിയ അസ്ഥി കൊണ്ടുണ്ടാക്കിയ ആ ഒരു ബ്രെയിൻ ബോക്സിന്റെ അകത്താണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്. ഈ ഒരു ബോണിനെ വിളിക്കുന്ന പേരാണ് സ്കള്ള്. ഓക്കെ, എന്താ നമ്മളെ തലയോട്ടി അല്ലെങ്കിൽ തലയോട് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബ്രെയിൻ ബോക്സ് അഥവാ സ്കള്ളിന് അകത്താണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്. അപ്പൊ സ്കള്ളിന്റെ തൊട്ട് താഴെ ബ്രെയിൻ ആണോ? അല്ല കേട്ടോ. സ്കള്ളിന്റെ തൊട്ട് താഴെയായിട്ട് അല്ലെങ്കിൽ നമ്മളെ തലച്ചോറിന്റെ തൊട്ട് മുകളിലായിട്ട് വേറൊരു മെംബ്രെയിൻ കൂടി ഉണ്ട്. ഒറ്റൊരാളല്ല കേട്ടോ, 3 ലെയേർഡ് മെംബ്രെയിൻ ആണത്. എന്താണ് 3 ലെയേർഡ് മെംബ്രെയിൻ? കാണിച്ചു തരാം, നോക്കിക്കേടാ. 1 2 3 ഇങ്ങനെ 3 ലെയറുള്ള മെംബ്രെയിന്റെ അടിയിലായിട്ട് അല്ലെങ്കിൽ അകത്തായിട്ട് താഴെയായിട്ടാണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്കള്ള് കഴിഞ്ഞാൽ ഈ മെംബ്രെയിൻ വരും, അത് കഴിഞ്ഞിട്ട് ബ്രെയിൻ വരും. സോ ഈ 3 ലെയേർഡ് മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെനിഞ്ചസ്. എന്താണ് വിളിക്കുക? മെനിഞ്ചസ്. ഓക്കെ, മെനിഞ്ചസ്. സോ ഈ 3 ലെയേർഡ് മെംബ്രെയിനെ വിളിക്കുന്ന പേരെന്താണ്? മെനിഞ്ചസ് അല്ലെങ്കിൽ ക്രേനിയൽ മെനിഞ്ചസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ മെനിഞ്ചസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മെനിഞ്ചസ് 3 ലെയർ അല്ലേ, ഈ 3 ലെയറുകളുടെ ഇടയിൽ എന്തുണ്ട്? ഗ്യാപ്പ് ഉണ്ട്, സ്പേസ് ഉണ്ട്. അതൊരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയാണ്. ഓക്കെ, അപ്പം ഈ മെനിഞ്ചസിന്റെ ഇടയിലും അതേപോലെ നമ്മുടെ ബ്രെയിനിൽ കുറെ അറകളുണ്ട്, കുറെ വെൻട്രിക്കിൾസ് ഉണ്ട്. ഓക്കെ, അറകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെൻട്രിക്കിൾസ്. അതായത് നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് എവിടേക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, ക്യാവിറ്റി. ആ ഒരു ചേംബറിൽ വെൻട്രിക്കിൾസിൽ അറകളിൽ നമുക്ക് ഈ ഫ്ലൂയിഡിനെ കാണാൻ പറ്റും. സോ മെനിഞ്ചസിലും അതേപോലെ തന്നെ നമ്മുടെ വെൻട്രിക്കിൾസിലും ഒക്കെ കാണുന്ന ആ ഒരു ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. എന്താണ് വിളിക്കുക? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ എന്താ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഫ്ലൂയിഡ് അവിടെ കൊടുത്തിരിക്കുന്നത്? ആക്ച്വലി ബ്ലഡിൽ നിന്നുണ്ടായി ബ്ലഡിലേക്ക് തന്നെ തിരിച്ചു റീഅബ്സോർബ് ആവുന്ന ഫ്ലൂയിഡ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പൊ ബ്ലഡിൽ നിന്ന് ഇവർ എന്തിനാ ബ്രെയിനിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിനിലെ ടിഷ്യൂസിന്, ബ്രെയിനിലെ സെൽസിന് എന്ത് സപ്ലൈ ചെയ്യണം? അതായത് ഓക്സിജനും ന്യൂട്രിയൻസും എല്ലാം സപ്ലൈ ചെയ്യണം. അതാരാ ചെയ്യുക? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഷോക്ക്, ബാഹ്യ ക്ഷതങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിൽ നിന്ന് ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന് പറ്റും കേട്ടോ. ഓക്കെ, അതായത് ഇത് ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. ഓക്കെ, സോ ഓക്സിജനും ന്യൂട്രിയൻസും സപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന് ഉള്ളത്. അപ്പൊ ഇവർ 3 പേരും കൂടിയാണ് നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുക. ആരൊക്കെ? ഒന്ന് സ്കള്ള്, പിന്നെ 3 ലെയേർഡ് മെനിഞ്ചസ്, പിന്നെ മെനിഞ്ചസിന്റെ അകത്ത് കാണുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും. ഓക്കെ, യെസ്. ഇനി മക്കളെ നോക്കിക്കേ, ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് നമ്മുടെ സ്കള്ള് കേട്ടോ. എന്താണ് വരാത്തത്? യെസ്, ഇതാണ് നമ്മുടെ സ്കള്ള്. ഓക്കെ, ദിസ് ഇസ് സ്കൾ. ഓക്കെ, ഇതിന്റെ താഴെ നിങ്ങൾ കണ്ടോ? ലെയേഴ്സ് കണ്ടോ? ഈ ലെയേഴ്സ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഇതാണ് മെനിഞ്ചസ്. ആൻഡ് ഇതിന്റെ അകത്ത് ആരെ ഫില്ലായിട്ട് നമുക്ക് കാണാൻ പറ്റും? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫില്ലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി മെനിഞ്ചസ് 3 ലെയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, 3 ലെയേർഡ് മെംബ്രെയിൻ അല്ലേ. സോ ആ 3 ലെയേഴ്സ് ഏതൊക്കെയാണ്? മെനിഞ്ചസിന്റെ ഔട്ടർ ലെയർ, ഈ ഔട്ടർ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്യൂറാമേറ്റർ. എന്താണ് വിളിക്കുക? ഡ്യൂറാമേറ്റർ. ആൻഡ് ഇതിന്റെ മിഡിൽ ലെയറിനെ വിളിക്കുന്ന പേരാണ് അറാക്കനോയിഡ്. എന്താണ്? അറാക്കനോയിഡ്. ആൻഡ് ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരാണ് പയാമീറ്റർ. ഓക്കെ, എന്താ വിളിക്കുന്നത്? പയാമീറ്റർ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഏതൊക്കെയാ ഡ്യൂറാമീറ്റർ, പയാമീറ്റർ എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? യെസ്. സോ ഈ കാണുന്ന ലെയർ നിങ്ങൾ കണ്ടോ? ഔട്ടർ മോസ്റ്റ് ലെയർ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഡ്യൂറാമേറ്റർ. ഡ്യൂറാമേറ്ററിന്റെ തൊട്ട് മുകളിലായിട്ട് ആരുണ്ട്? സ്കള്ളുണ്ട്. ഈ ഡ്യൂറാമേറ്ററിന്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഭാഗം കണ്ടോ? ഇതാണ് അറാക്കിനോയിഡ് മേറ്റർ. ഓക്കെ, ഇതാണ് അറാക്കിനോയിഡ് മേറ്റർ. ഈ അറാക്കിനോയിഡ് മേറ്ററിന്റെയും താഴെയായിട്ട് കാണുന്ന ഭാഗം കണ്ടോ? അതാണ് നമ്മുടെ പയാമീറ്റർ. ഓക്കെ, എന്താണ്? പയാമീറ്റർ. ഈ കാണുന്നതാണ് പയാമീറ്റർ. ഓക്കെ, സോ ഫസ്റ്റ് എന്തുണ്ട്? സ്കള്ളുണ്ട്. ഓക്കെ, ഇത് സ്കള്ളാണ്. യെസ്. ആൻഡ് സ്കള്ളിന്റെ തൊട്ട് താഴെയായിട്ട് ആരുണ്ട്? ഡ്യൂറാമേറ്റർ ഉണ്ട്. ഡ്യൂറാമേറ്ററിന്റെ തൊട്ട് താഴെയായിട്ട് ആരുണ്ട്? അറാക്കനോയിഡ് ഉണ്ട്. അറാക്കനോയിഡ് അല്ലേ? ആൻഡ് അറാക്കനോയിഡിന്റെയും തൊട്ട് താഴെയായിട്ടാണ് ആരുള്ളത്? പയാമീറ്റർ ഉള്ളത്. ഓക്കെ, ഇതിന്റെയും അകത്താണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്.
ഓക്കെ, അപ്പൊ 3 layers ഓഫ് മെനിഞ്ചസ് മനസ്സിലായില്ല. ഔട്ടർ മോസ്റ്റ് ലെയർ ഡ്യൂറാമേറ്റർ, മിഡിൽ മോസ്റ്റ് ലെയർ അറാക്കനോയിഡ് ആൻഡ് ഇന്നർ മോസ്റ്റ് ലെയർ പയാമീറ്റർ. ഇനി ഈ 3 ലെയേഴ്സിന്റെയോ സെന്ററിലായിട്ട്, ഈ 3 ലെയേഴ്സിന്റെയും അകത്തുള്ള ക്യാവിറ്റി സ്പേസിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണാൻ പറ്റും. ഓക്കെ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഇല്ലടാ, ഒരു സെക്കൻഡ്, ഇതെവിടെയാ വരച്ചത്? യെസ്, ഓക്കെ, ഇങ്ങനെ അല്ലെ, ഈ 2 ഭാഗത്തായിട്ട്, അതായത് നമ്മുടെ ഡ്യൂറേന്റെയും അറാക്കനോയിഡിന്റെയും പയാമീറ്ററിന്റെയും ഇടയിലായിട്ട്, ആ സ്പേസിലായിട്ട്, ആ ക്യാവിറ്റിയിലായിട്ട്, ആ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് പ്രൊട്ടക്ഷൻ ഓഫ് ബ്രെയിനിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഈ ഒരു ഡയഗ്രത്തിലും ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ, നോക്കിക്കേ നിങ്ങൾ. യെസ്, നോക്കിക്കടാ, ഇതാണ് നമ്മുടെ സ്കള്ള്. ഓക്കെ, സ്കള്ളിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു ലെയർ ഉണ്ട് ഇവിടെ. അതാണ് എന്തെന്ന് പറയുന്നത്? ഡ്യൂറാമേറ്റർ. ആൻഡ് ഈ വയലറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? അത് നമ്മുടെ വീനസ് ബ്ലഡ് ആണ് കേട്ടോ. അത് നോക്കണ്ട. അതിന്റെ തൊട്ട് താഴെ ഇവിടെ ഒരു ലെയർ കണ്ടോ നിങ്ങൾ? അതാണ് അറാക്കനോയിഡ് മേറ്റർ. ആൻഡ് ഈ കാണുന്ന ലെയർ കണ്ടോ നിങ്ങൾ? അതാണ് പയാമീറ്റർ. ആൻഡ് ഈ ബ്ലൂ കളറിൽ ഫില്ല് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ബ്രെയിൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബ്രെയിനിന്റെ പാർട്സിലേക്ക് പോവാം അല്ലെ. സോ ബ്രെയിനിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് വരുന്നത്? ബ്രെയിനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് സെറിബ്രം ആണ് കേട്ടോ. അതായത് നമ്മുടെ ബ്രെയിനിലെ തന്നെ ഏറ്റവും വലിയ ഭാഗം, ദ ബിഗ്ഗസ്റ്റ് പാർട്ട്, ലാർജസ്റ്റ് പാർട്ട് എന്ന് അറിയപ്പെടുന്നത് സെറിബ്രം ആണ്. ആൻഡ് ഈ തന്നിരിക്കുന്നതാണ് നമ്മുടെ സെറിബ്രം. ഓക്കെ, ദിസ് ഈസ് സെറിബ്രം. ഓക്കെ, യെസ്. ആൻഡ് സെറിബ്രം 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 2 ഹെമിസ്ഫിയേഴ്സിനെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ ഹെമിസ്ഫിയർ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു കുഞ്ഞി ഡിവിഷൻ കാണാൻ പറ്റും അല്ലെ, അതിനെയാണ് നമ്മൾ കോർപ്പസ് കെല്ലോസ് എന്ന് പറയാം. അവിടെ ധാരാളം നെർവ് ഫൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ സെറിബെല്ലം. എന്താണ്? സെറിബെല്ലം. ഓക്കെ, സെറിബെല്ലത്തിന് തൊട്ടടുത്തായിട്ട് ഈ കാണുന്നതാണ് സെറിബ്രൽ അക്യുഡക്റ്റ്. ഓക്കെ, സെറിബ്രൽ അക്യുഡക്റ്റ്. ആൻഡ് ദിസ് ഇസ് പോൺസ് റീജിയൻ. പോൺസിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്നത് ഈ ഭാഗം കണ്ടോ നിങ്ങൾ? ഇതാണ് മെഡുല്ല എന്ന് പറയുന്നത്. മെഡുല്ലയുടെ കണ്ടിന്യൂഷൻ ആണ് നമ്മുടെ സ്പൈനൽ കോഡ് കേട്ടോ. ഓക്കെ, അതായത് ബ്രെയിനിന്റെ തൊട്ട് താഴെ ഏറ്റവും ബേസിൽ കാണുന്നത് മെഡുല്ല, ബ്രെയിനിന്റെ പാർട്ട് തന്നെ. മെഡുലയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്പൈനൽ കോഡ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഈ കാണുന്ന ഭാഗമാണ് മിഡ് ബ്രെയിൻ. ഇതെന്താണടാ? മിഡ് ബ്രെയിൻ ആണ്. പിന്നെ പോൺസ്, പിന്നെ നമ്മുടെ സെറിബെല്ലം, മെഡുല്ല, ഈ 3 ഭാഗങ്ങൾ കൂടുന്നതാണ് ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, യെസ്. ആൻഡ് ഇവിടെ നമുക്ക് എന്തുണ്ട്? തലാമസ് ഉണ്ട്. തലാമസിന്റെ തൊട്ട് താഴെയായിട്ട് ഹൈപ്പോ തലാമസ് ഉണ്ട്. ഹൈപ്പോ തലാമസ്, തലാമസ്, സെറിബ്രം, ഇത് 3ഉം കൂടി കൂടുന്നതാണ് നമ്മുടെ 4 ബ്രെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് 4 ബ്രെയിൻ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഇവിടെ ഒന്ന് ലേബൽ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഒന്നില്ലെങ്കിൽ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ, അതായത് ഡിവിഷൻസ് ചോദിക്കും. ചിലപ്പോൾ ഫ്ലോ ചാർട്ട് ഒക്കെ ആയിട്ടായിരിക്കും ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ലേബൽ ചെയ്യാൻ നിങ്ങളോട് ചോദിക്കും കേട്ടോ. അപ്പൊ ലേബൽ ചെയ്യാൻ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലേബൽ ചെയ്യാൻ പഠിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സെറിബ്രം, തലാമസ്, ഹൈപ്പോ തലാമസ്, ഇത് 3 4 ബ്രെയിന്റെ ഭാഗങ്ങൾ. പിന്നെ മിഡ് ബ്രെയിൻ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ ഹൈൻഡ് ബ്രെയിനിൽ വരുന്ന പോൺസ്, സെറിബെല്ലം, മെഡുല്ല, ഇത്രയും എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, യെസ്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? 4 ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പഠിക്കാം. ഓക്കെ, യെസ്. ഫസ്റ്റ് 4 ബ്രെയിൻ ആണ് കേട്ടോ. 4 ബ്രെയിൻ. ഓക്കെ, അത് നമുക്ക് ബ്രെയിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് പറഞ്ഞു നോക്കാം. 4 ബ്രെയിൻ. അപ്പൊ ഫസ്റ്റ് 4 ബ്രെയിൻ ആണ്. 4 ബ്രെയിനിൽ ആരൊക്കെ വരുന്നുണ്ട്? സെറിബ്രം വരുന്നുണ്ട്, തലാമസ് വരുന്നുണ്ട്, പിന്നെ ഹൈപ്പോ തലാമസ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ മിഡ് ബ്രെയിൻ. പിന്നെ വരുന്നത് എന്താണ്? ഹൈൻഡ് ബ്രെയിൻ ആണ്. ഹൈൻഡ് ബ്രെയിനിൽ ആരൊക്കെ വരുന്നുണ്ട്? സെറിബെല്ലം വരുന്നുണ്ട്, പോൺസ് റീജിയൻ വരുന്നുണ്ട്, പിന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ലയുടെ ഫുൾ നെയിം എന്താണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ അല്ലെ. ഇത്രയും ഭാഗങ്ങൾ ഹൈൻഡ് ബ്രെയിനിലാണ്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റത്തെ പാർട്ടായിട്ടുള്ള 4 ബ്രെയിനെ കുറിച്ചാണ് കേട്ടോ. ഓക്കെ, 4 ബ്രെയിൻ. 4 ബ്രെയിനിൽ വരുന്നത് സെറിബ്രം, തലാമസ്, ഹൈപ്പോ തലാമസ്. അപ്പൊ അതിലെ ഫസ്റ്റ് പാർട്ട് എന്താണ്? സെറിബ്രം ആണ്. സോ സെറിബ്രത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ അല്ലെ. നമ്മുടെ ബ്രെയിനിലെ തന്നെ ഏറ്റവും വലിയ ഭാഗം എന്നറിയപ്പെടുന്നത് സെറിബ്രം ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ സെറിബ്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സെറിബ്രത്തിനെ, അതായത് ഈ മുഴുവനായിട്ടുള്ള സെറിബ്രത്തിനെ ലോഞ്ചിറ്റ്യൂഡിനലി ഒരു കുഞ്ഞു വിടവ്, ഒരു ക്ലെഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സെറിബ്രത്തിനെ
നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ രണ്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നത് ആ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ കൊടുക്കുന്നത് ഒരു കുഞ്ഞു ക്ലെഫ്റ്റ് ആണ്. ഓക്കെ, ആ ഒരു ക്ലെഫ്റ്റ് ഇവരെ രണ്ടുപേരും 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അതായത് നോക്കിക്കേ, ഒരു കുഞ്ഞു വിടവ് നിങ്ങൾക്ക് ഇവിടെ കാണാം, അല്ലെ, ഒരു കുഞ്ഞു ക്ലെഫ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു വിടവ് ഈ ബ്രെയിനിലെ സെറിബ്രത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ട്, 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് റൈറ്റ് ഹെമിസ്ഫിയറും മറ്റൊന്ന് ലെഫ്റ്റ് ഹെമിസ്ഫിയറും ആണ്. ഓക്കെ, ഇനി എങ്ങനെയാ അപ്പൊ ഈ 2 ഹെമിസ്ഫിയേഴ്സ് പരസ്പരം കണക്ട് ചെയ്യുന്നത്? കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ഇവിടെ ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ് ഉണ്ട്. എന്തുണ്ട്? ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ്. ഈ ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് കെല്ലോസം. സോ ഇതാണ് കോർപ്പസ് കെല്ലോസം. ഓക്കെ, ഇതാണ് കോർപ്പസ് കെല്ലോസം ആൻഡ് ദിസ് ഇസ് കോർപ്പസ് കെല്ലോസം. ഇവിടെ എന്തുണ്ട്? റൈറ്റ് ഹെമിസ്ഫിയർ. ഇവിടെ എന്തുണ്ട്? ലെഫ്റ്റ് ഹെമിസ്ഫിയർ. ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്ന ഈ ക്ലെഫ്റ്റ് വിടവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് ഇവരെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ഈ ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ് അല്ലെങ്കിൽ കോർപ്പസ് കെല്ലോസം ഉള്ളത്. ഇതാണ് കോർപ്പസ് കെല്ലോസം. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, സോ ദ ക്ലെഫ്റ്റ് അല്ലേ, a cleft divides ആരെ? സെറിബ്രത്തിനെ. എങ്ങനെ? ലോഞ്ചിറ്റ്യൂഡിനലി അല്ലെ, ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ ആണത്. ലോഞ്ചിറ്റ്യൂഡിനലി ഇൻടു 2 ഹെമിസ്ഫിയേഴ്സ് അല്ലെങ്കിൽ 2 ഹാഫ്സ്. ഏതൊക്കെയാ 2 ഹാഫ്സ്? ഒന്ന് റൈറ്റ് ഹെമിസ്ഫിയറും പിന്നെ ഒന്ന് ലെഫ്റ്റ് ഹെമിസ്ഫിയറും. ഓക്കെ, ലെഫ്റ്റ് ഹെമിസ്ഫിയറും. ഇവരെ രണ്ടുപേരും പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ് വെച്ചിട്ട്. അതിന്റെ പേരാണ് കോർപ്പസ് കെല്ലോസം. എന്താണ് വിളിക്കുക? കോർപ്പസ് കെല്ലോസം. ഓക്കെ, ഇനി നമുക്ക് ഈ സെറിബ്രത്തിനെ നമ്മൾ അല്ലാതെ എങ്ങനെ ഡിവൈഡ് ചെയ്യും? അതായത് സെറിബ്രത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നോക്കിക്കട മക്കളെ, ഈ സെറിബ്രത്തിന്റെ പുറമേയുള്ള റീജിയനും ഉള്ളിലുള്ള റീജിയനും നമുക്ക് രണ്ടായിട്ട് പറയാൻ പറ്റും അല്ലെ. അതായത് സെറിബ്രത്തിന്റെ പുറമേയുള്ള ഈ ഒരു ഭാഗം കണ്ടോ, ഔട്ടർ മോസ്റ്റ് പാർട്ട്. ഈ ഔട്ടർ മോസ്റ്റ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. എന്താണ്? കോർട്ടെക്സ്. ആൻഡ് ഇതിന്റെ ഉള്ളിലുള്ള ഭാഗം കണ്ടോ നിങ്ങൾ? ഈ ഇന്നർ മോസ്റ്റ് പാർട്ട് കണ്ടോ? ഈ ഇന്നർ മോസ്റ്റ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് മെഡുല്ല. എന്താണ് വിളിക്കുക? മെഡുല്ല. സോ നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, സെറിബ്രത്തിന്റെ അടുത്ത് കട്ട് ചെയ്ത് നോക്കിയാൽ അതിന്റെ പുറമെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് കോർട്ടെക്സും അകത്ത് വരുന്ന ഭാഗം എന്ന് പറയുന്നത് മെഡുല്ലയുമാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കോർട്ടെക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രേ മാറ്ററിനെ കൊണ്ടാണ്. എന്തായിരുന്നു ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ? അതായത് ഈ കോർട്ടെക്സ് റീജിയനിൽ ധാരാളം ന്യൂറോൺസ് ഉണ്ട്. പക്ഷെ ഈ ന്യൂറോൺസിലൊന്നും എന്തില്ല? മൈലിൻ ഷീത്ത് ഇല്ല. അപ്പൊ നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. സോ അവിടെ ആ ഒരു വൈറ്റ് കളർ ഉണ്ടാവില്ല. അതാണ് ഗ്രേ മാറ്റർ. അപ്പൊ കോർട്ടെക്സ് ഗ്രേ മാറ്റർ ആണ്. പക്ഷെ മെഡുല്ല എന്ന് പറയുമ്പോൾ വൈറ്റ് മാറ്റർ ആണ്. കാരണം മെഡുലയിൽ കാണപ്പെടുന്ന ആ ന്യൂറോൺസിന്റെ ആ ഒരു കൂട്ടം എന്ന് പറയുന്നത് മൈലിൻ ഷീത്തുള്ള ന്യൂറോൺസ് ആണ്. സോ അവർക്കൊരു തിളക്കം ഉണ്ടാവും അല്ലെ. അതാണ് വൈറ്റ് മാറ്റർ. ഓക്കെ, വൈറ്റ് മാറ്റർ. അപ്പൊ കോർട്ടെക്സ് ഗ്രേ മാറ്ററും മെഡുല്ല എന്ന് പറയുന്നത് വൈറ്റ് മാറ്ററും ആണ്. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു കോർട്ടെക്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എന്താ കോർട്ടെക്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ? കോർട്ടെക്സ് അല്ലെങ്കിൽ കോർട്ടെക്സിൽ കാണുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഈ കോർട്ടെക്സിലാണ് നമ്മുടെ മോട്ടോർ ഏരിയാസ് ഉള്ളത്. ഓക്കെ, മോട്ടോർ ഏരിയാസ് ഉള്ളത്. അതേപോലെ കോർട്ടെക്സിലാണ് സെൻസറി ഏരിയാസ് ഉള്ളത്. പിന്നെ അസോസിയേഷൻ ഏരിയാസും നമുക്ക് എവിടെ കാണാൻ പറ്റും? കോർട്ടെക്സിൽ കാണാൻ പറ്റും. സെൻസറി ഏരിയാസ്, മോട്ടോർ ഏരിയാസ്, അതേപോലെ അസോസിയേഷൻ ഏരിയാസും ഇരിക്കുന്നത് എവിടെയാണ്? കോർട്ടെക്സിലാണ്. എന്താണ് അസോസിയേഷൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ? സെൻസറി, മോട്ടോർ ഫങ്ഷൻസ് രണ്ടും കാണിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അതായത് ദേ ആർ നെയ്തർ സെൻസറി നോർ മോട്ടോർ ഇൻ ഫങ്ഷൻ. നോർ മോട്ടോർ ഇൻ ഫങ്ഷൻ. ഓക്കെ, യെസ്. ഓക്കെ, ഇനി ഇത് കൂടാതെ ഇപ്പൊ അസോസിയേഷൻ ഏരിയാസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ അസോസിയേഷൻ ഏരിയാസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇന്റർ സെൻസറി അസോസിയേഷൻ ആണ് കേട്ടോ. എന്താടാ ഇന്റർ സെൻസറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിത് കാണുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ആ സംസാരം എനിക്ക് കേൾക്കാനും പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് എൻ്റെ ഓഡിയോ വിഷ്വൽ എയ്ഡ് എല്ലാം ഒരേപോലെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഇതാണ് ഇന്റർ സെൻസറി അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പരിപാടി ആരുടെ ഫംഗ്ഷനാ? അസോസിയേഷൻ ഏരിയാസിന്റെ ഫംഗ്ഷനാ. പിന്നെ നമ്മുടെ മെമ്മറി, അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്പീച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്?
ഈ ഒരു അസോസിയേഷൻ ഏരിയാസ് ആണ്. ഇതെല്ലാം ഇരിക്കുന്നത് കോർട്ടെക്സിലാണ്. അപ്പൊ കോർട്ടെക്സിൽ എന്തൊക്കെയുണ്ട്? മോട്ടോർ ഏരിയാസ് ഉണ്ട്, അത് മോട്ടോർ ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യും. പിന്നെ സെൻസറി ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ സെൻസറി ഏരിയാസ് ഉണ്ട്. പിന്നെ അസോസിയേഷൻ ഏരിയാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റർ സെൻസറി അസോസിയേഷനും മെമ്മറി, കമ്മ്യൂണിക്കേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഓക്കെ, സെറ്റ് ആയല്ലോ. ഇനി എന്താണ് നമ്മുടെ സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ? അതായത് സെറിബ്രത്തിന്റെ കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താ? കോമൺ ആയിട്ട് സെറിബ്രം മൊത്തത്തിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, സെന്റർ ഓഫ് തോട്ട്, നമ്മളെ ചിന്തയുടെ കേന്ദ്രമാണ്. അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധി, ഇന്റലിജൻസിന്റെ കേന്ദ്രമാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഓർമ്മയുടെ, പിന്നെ നമുക്ക് പലതും ഇമാജിൻ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ. ഈ ഇമാജിനേഷന്റെ എല്ലാം കേന്ദ്രം എന്നറിയപ്പെടുന്നത് സെറിബ്രമാണ്. പിന്നെ ഇറ്റ് ഇവോക്സ് സെൻസേഷൻസ്, അതായത് സെൻസ് ഓർഗൻസ് ഒക്കെ ആരുടെ കൺട്രോളിലാ? സെറിബ്രത്തിന്റെ കൺട്രോളിലല്ലേ. ചെവി കേൾക്കുക, കണ്ണ് കാണുക. സോ ഇങ്ങനെയുള്ള സെൻസേഷൻസ് ഒക്കെ ഉണ്ടാക്കി തരുന്നത് ആരാണ്? അത് നമ്മുടെ സെറിബ്രമാണ്. ഇത് കൂടാതെ വോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? സെറിബ്രമാണ്. ഇറ്റ് കൺട്രോൾസ് വോളണ്ടറി മൂവ്മെന്റ്സ്, അതായത് ഐച്ഛിക പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്നതും സെറിബ്രമാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് സെറിബ്രത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ സെറിബ്രത്തിനെ കുറിച്ച് ഞാൻ എന്താ പറഞ്ഞത്? സെറിബ്രം എന്താ ഇങ്ങനെ ഉണ്ടാവുക. പക്ഷെ ഈ ഒരു കംപ്ലീറ്റ് സെറിബ്രത്തിനെ ഒരു വെടവ്, ഒരു ക്ലെഫ്റ്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? 2 ഹാഫ്സ് ആക്കിയിട്ട്. ഒരു ഹാഫ് റൈറ്റ് ഹെമിസ്ഫിയറും ഒരു ഹാഫ് ലെഫ്റ്റ് ഹെമിസ്ഫിയറുമാണ്. ഈ 2 ഹെമിസ്ഫിയേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്നത് ആരാണ്? കോർപ്പസ് കെല്ലോസം. അത് ബണ്ടൽ ഓഫ് നെർവ് ഫൈബേഴ്സ് ആണ്. ഇനി സെറിബ്രത്തിനെ നമുക്ക് കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കോർട്ടെക്സ്, കൺസിസ്റ്റ് ഓഫ് ഗ്രേ മാറ്റർ. ഇന്നർ മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മെഡുല്ല, അത് വൈറ്റ് മാറ്റർ ആണ്. ഓക്കെ, എന്താണ്? വൈറ്റ് മാറ്റർ ആണ്. അപ്പൊ ഈ ഇമേജ് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പുറമേ ഉള്ളത് കുറച്ച് കട്ടിയുള്ള കളറും അകത്തൊരു ലൈറ്റ് കളറിലുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കോർട്ടെക്സിലാണ് മോട്ടോർ ഏരിയ, സെൻസറി ഏരിയാസ്, അസോസിയേഷൻ ഏരിയാസ് ഉള്ളത് കേട്ടോ. ഇനി മൊത്തത്തിലുള്ള നമ്മുടെ ഈ ഒരു എന്താ പറയുക, സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ബുദ്ധി, ഓർമ്മശക്തി, ഇമാജിനേഷൻ, ഇതെല്ലാം കൺട്രോൾ ചെയ്യാനാണ് സെറിബ്രമാണ്. പിന്നെ സെറിബ്രം സെൻസേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അത് നമ്മുടെ സെറിബ്രമാണ്. ഓക്കെ അല്ലേ? ഇനി ഇത് കൂടാതെയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് കോൺഷ്യസ്നെസ്, നമുക്ക് ബോധത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ലേ? ആ കോൺഷ്യസ്നെസ്സും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? സെറിബ്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇമോഷൻസ് അല്ലെ, നമ്മുടെ വികാരങ്ങൾ, അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെറിബ്രമാണ്. പിന്നെ സ്പീച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ റീസണിങ് പവർ, പിന്നെ നമുക്ക് ലേണിംഗ് എബിലിറ്റി ഉണ്ട്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെറിബ്രമാണ്. ഓക്കെ, സോ പാർട്ട് പഠിച്ചു വെക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഫംഗ്ഷൻസും കൂടി പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത പാർട്ടാണ് നമ്മുടെ തലാമസ്. ഓക്കെ, തലാമസ് അതായത് നമ്മളെ സെറിബ്രത്തിന്റെ തൊട്ടു താഴെയായിട്ട് കാണുന്ന ഭാഗമാണ് തലാമസ്. ഈ ഒരു റീജിയൻ കണ്ടോ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ബിലോ സെറിബ്രം. ബിലോ സെറിബ്രം. എന്താണ് തലാമസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ? ഇറ്റ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഫോർ ഇമ്പൾസസ്. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഫോർ impulses അല്ലെങ്കിൽ of impulses that is to and from brain. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഇഷ്ടംപോലെ ഇമ്പൾസുകൾ നമ്മളെ ബോഡി പാർട്സിൽ നിന്നൊക്കെ എങ്ങോട്ടേക്ക് വരുന്നുണ്ട്? നമ്മുടെ സെറിബ്രത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ ഇമ്പൾസുകളും ഉണ്ട്. എല്ലാത്തിനെയും കൂടി നമ്മുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള സെറിബ്രത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റൂല. ഓക്കെ, അപ്പൊ നമ്മുടെ തലാമസ് എന്ത് ചെയ്യും? ഈ വരുന്ന ഇമ്പൾസുകളൊക്കെ ചെക്ക് ചെയ്യും. ഏതാണ് ഇമ്പോർട്ടന്റ് അത് മാത്രം സെറിബ്രത്തിലേക്ക് കൊടുക്കും. ഇമ്പോർട്ടന്റ് അല്ലാത്തതിനെയൊക്കെ അവിടെ തന്നെ ഒഴിവാക്കും. സോ ഈ ഇമ്പൾസുകൾ അങ്ങോട്ടേക്ക് പോകുന്നതും ഇങ്ങോട്ടേക്ക് പോകുന്നതും ഒക്കെ ആരുടെ പരിചരണത്തിലായിരിക്കും? തലാമസിന്റെ പരിചരണത്തിലായിരിക്കും. അതായത് ആരൊക്കെ വരണം സെറിബ്രത്തിലേക്ക്, ആരൊക്കെ പോകണം സെറിബ്രത്തിൽ നിന്ന്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? തലാമസ് ആണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ഒരു മന്ത്രിക്ക് ഡെയിലി എത്രയോ നിവേദനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം മന്ത്രിയുടെ കയ്യിലേക്കല്ല എത്തുന്നത്. അപ്പൊ ഇവിടെ മന്ത്രി ആരാ? സെറിബ്രം ആണ് കേട്ടോ. പക്ഷെ ആദ്യം തന്നെ ആ ഒരു PA അല്ലെ, അസിസ്റ്റന്റ് ആരാ ഉണ്ടാവുക? അവരെന്ത് ചെയ്യും? ഈ എല്ലാ നിവേദനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിൽ നല്ലത് ഏതാണ്, ഇമ്പോർട്ടന്റ് ഏതാണെന്ന് നോക്കിയിട്ട് അത് മാത്രം മന്ത്രിക്ക് കൊടുക്കും, ബാക്കിയൊക്കെ ഒഴിവാക്കും. സോ ഇവിടെ ആ ഒരു അസിസ്റ്റന്റിന്റെ ജോലി എടുക്കുക തലാമസ് ആണ്. ആവശ്യമില്ല ഇമ്പൾസിനെയൊക്കെ സെറിബ്രത്തിലേക്ക് കൊടുക്കും, ആവശ്യമില്ലാത്തതിനെയൊക്കെ ഒഴിവാക്കുന്നത് ആരാണ്? തലാമസ് ആണ് കേട്ടോ. ഇനി ഇത് കൂടാതെ തന്നെ ഇത് എന്ത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെൻസർ ആൻഡ് മോട്ടോർ സിഗ്നലിങ്ങിനെയൊക്കെ ഈ തലാമസ് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇറ്റ് കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഇറ്റ് കോർഡിനേറ്റിംഗ് സെന്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ്. നമ്മളെ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നൽസ് അല്ലെങ്കിൽ സെൻസറി ആൻഡ് മോട്ടോർ ഇമ്പൾസസ്, അതായത് ബോഡി പാർട്സിൽ നിന്ന് സെറിബ്രത്തിലേക്ക് പോകുന്ന ബ്രെയിനിലേക്ക് പോകുന്ന ഇമ്പൾസുകളെയും അതുപോലെ തന്നെ തിരിച്ചു പോകുന്ന
അതായത് നമ്മളെ ബ്രെയിനിൽ നിന്ന് തിരിച്ച് ബോഡി പാർട്സിലേക്ക് പോകുന്ന ആ റെസ്പോൺസുകളെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന സെന്റർ ആണ് തലാമസ്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും നമുക്ക് എവിടെ പഠിക്കാനുള്ളൂ? തലാമസിൽ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ തലാമസ് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ ലേബൽ ചെയ്യാനാണ് ആദ്യം പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അടുത്ത ഭാഗമാണ് നമ്മുടെ ഹൈപ്പോ തലാമസ്. അപ്പൊ ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ എവിടെയാടാ? ഇത് തലാമസ് അല്ലേ? തലാമസിന്റെ തൊട്ട് താഴെ കാണുന്നത് ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഇറ്റ് ലൈസ് ദ ബേസ് ഓഫ് തലാമസ്. തലാമസിന്റെ തൊട്ട് താഴെ ബേസിലായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഹൈപ്പോ തലാമസ് കാണാൻ പറ്റുന്നത്. എന്താണ് ഹൈപ്പോ തലാമസിന്റെ ഏറ്റവും വലിയ പരിപാടി? മെയിൻറ്റെയിൻസ് ഹോമിയോസ്റ്റാസിസ് ഓഫ് ബോഡി. ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ആന്തര സമസ്ഥിതി പരിപാലനം അല്ലെ, നമ്മളെ ബോഡിയുടെ ബാലൻസ്, ഇക്വിലിബ്രിയം, അത് ഏത് രീതിയിലാണ്? നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ബോഡിയിൽ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ ബോഡിക്ക് പല പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇങ്ങനെയുള്ള ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. ഇറ്റ് മെയിൻറ്റെയിൻസ് ഹോമിയോസ്റ്റാസിസ് ഓഫ് ബോഡി. ഇത് കൂടാതെ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ ആർക്ക് പറ്റും? ഹൈപ്പോതലാമസിന് പറ്റും. ഓക്കെ, ഇറ്റ് കൺട്രോൾസ് ബോഡി ടെമ്പറേച്ചർ. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ തോന്നും അല്ലെ, അയ്യോ എനിക്ക് വിശക്കുന്നുണ്ട്, അയ്യോ എന്റെ തൊണ്ട പറ്റുന്നു, എനിക്ക് ദാഹിക്കുന്നുണ്ട്. സോ ആ ഒരു ദാഹം അല്ലെങ്കിൽ വിശപ്പ് ഇതെല്ലാം നമുക്ക് തോന്നിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. സോ ഏർജ് ഫോർ ഡ്രിങ്കിങ് ആൻഡ് ഈറ്റിംഗ് ഈസ് കൺട്രോൾഡ് ബൈ ഹൈപ്പോതലാമസ്. ഓക്കെ, ഫംഗ്ഷൻ മനസ്സിലായല്ലോ? മെയിൻറ്റെയിൻസ് ഹോമിയോസ്റ്റാസിസ് ഓഫ് ദ ബോഡി ആൻഡ് ഓൾസോ ഇറ്റ് കൺട്രോൾസ് ദ ബോഡി ടെമ്പറേച്ചർ ആൻഡ് ഏർജ് ഫോർ ഡ്രിങ്കിങ് ആൻഡ് ഈറ്റിംഗ്. യെസ്, ഇനി ഹൈപ്പോതലാമസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മുടെ ഹൈപ്പോതലാമസിൽ ചില പ്രത്യേകതരം ന്യൂറോൺസ് ഉണ്ട്. ഈ പ്രത്യേകതരം ന്യൂറോൺസിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോ സെക്രീറ്ററി സെൽസ്. എന്താണ് വിളിക്കുക? ന്യൂറോ സെക്രീറ്ററി സെൽസ്. എന്താ ഇവരുടെ പ്രത്യേകത? ഹോർമോൺസിനെ റിലീസ് ചെയ്യും. അതായത് ഹൈപ്പോതലാമിക് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നത് ഈ ന്യൂറോ സെക്രീറ്ററി സെൽസ് ആണ്. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ ഹൈപ്പോതലാമസിൽ ചില പ്രത്യേകതരം ന്യൂറോൺസ് ഉണ്ട്, അതാണ് ന്യൂറോ സെക്രീറ്ററി സെൽസ്. അവർ ഹോർമോൺസിനെ റിലീസ് ചെയ്യും. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നൊക്കെ പറയുന്ന കുറെ ഹോർമോൺസ് നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അതെല്ലാം ഹൈപ്പോതലാമിക് ഹോർമോൺസ് ആണ്. അതിനെ സെക്രീറ്റ് ചെയ്യുന്നത് ന്യൂറോ സെക്രീറ്ററി സെൽസ് ആണ്. ഓക്കെ, യെസ്. ഇനി മക്കളെ നോക്കിക്കടാ, ഇപ്പൊ നമ്മളെ സെറിബ്രൽ ഹെമിസ്ഫിയർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ അകത്തുള്ള ഭാഗം. ഓക്കെ, എന്താണ്? സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ ഇന്നർ പാർട്ട് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ. അതിന്റെ കൂടെ തന്നെ, അതായത് നമ്മുടെ ബ്രെയിനിൽ ഒരു ചെറിയ സ്മോൾ പാർട്ട് ഉണ്ട്. ആ സ്മോൾ പാർട്ടിന്റെ പേരാണ് എമിഗ്ഡാല. എന്താണ്? എമിഗ്ഡാല. ഓക്കെ, ഇറ്റ് ഇസ് എ സ്മോൾ പാർട്ട്. ആ സ്മോൾ പാർട്ടിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇമോഷൻസിന്റെയും മെമ്മറിന്റെയും ഒക്കെ പ്രോസസ്സിംഗ് സെന്റർ ആണ് എമിഗ്ഡാല. ഓക്കെ, അതായത് നമുക്ക് പലതരത്തിലുള്ള വികാരങ്ങൾ അല്ലേ, നമ്മുടെ ഇമോഷൻസ്, ആ ഇമോഷൻസിന്റെയും അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധി, മെമ്മറിയുടെ ഒക്കെ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് എമിഗ്ഡാല. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ ആര് വരും? ഹിപ്പോ ക്യാമ്പസ്. എന്താണ്? ഹിപ്പോ ക്യാമ്പസ്. അപ്പൊ ഇന്നർ പാർട്ട് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ, എമിഗ്ഡാല, അതേപോലെ തന്നെ ഹിപ്പോ ക്യാമ്പസ്. ഓക്കെ, അപ്പൊ ഹിപ്പോ ക്യാമ്പസ് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഹിപ്പോ ക്യാമ്പസ് കേട്ടോ. ഇവര് 3 പേരും കൂടി നമ്മളെ ബോഡിയിൽ കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഈ 3 പേരും കൂടി ഒരുമിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലിംബിക് സിസ്റ്റം. എന്താണ്? ലിംബിക് സിസ്റ്റം, അല്ലെങ്കിൽ നമുക്കതിനെ ലിംബിക് ലോബ് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, ലിംബിക് സിസ്റ്റം അല്ലെങ്കിൽ എന്താ? ലിംബിക് ലോബ്. ഓക്കെ, എന്തൊക്കെയാണ്? ഇന്നർ പാർട്ട് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ, എമിഗ്ഡാല, ഹിപ്പോ ക്യാമ്പസ്. ഇത് 3 കൂടി കൂടുന്നതാണ് നമ്മുടെ ലിംബിക് സിസ്റ്റം അല്ലെങ്കിൽ ലിംബിക് ലോബ്. ഇതൊരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണ് കേട്ടോ. കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്. ഇവരും നമ്മളെ എന്താ പറയാ, ബോഡിയിലെ പല ഫംഗ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എമിഗ്ഡാലയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു തന്നു അല്ലെ. ഇമോഷൻസും മെമ്മറിയുടെ ഒക്കെ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. പിന്നെ ഹിപ്പോ ക്യാമ്പസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലേണിംഗിന്റെയും മെമ്മറിന്റെയും ഒക്കെ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. ഓക്കെ, ഇവിടെയും മെമ്മറി വരുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ എന്ത് വരുന്നുണ്ട്? ലേണിംഗ്. ഇതിന്റെയൊക്കെ പ്രോസസിംഗ് യൂണിറ്റ് ആണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ലിംബിക് സിസ്റ്റം പറഞ്ഞത്? ഈ ലിംബിക് സിസ്റ്റം, ഓക്കെ, ഈ ലിംബിക് സിസ്റ്റം ആൻഡ് അതിന്റെ കൂടെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഹൈപ്പോതലാമസ്, ഈ ലിംബിക് സിസ്റ്റവും അതിനോടൊപ്പം തന്നെ എന്താണ്? ഹൈപ്പോതലാമസും കൂടി നമ്മളെ ബോഡിയിൽ ധാരാളം ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് എന്തൊക്കെ റെഗുലേറ്റ് ചെയ്യും? സെക്ഷൽ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യും. ഓക്കെ, സെക്ഷൽ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യും.
പിന്നെ മോട്ടിവേഷന്റെ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ്, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ദേഷ്യം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്, അപ്പം നമ്മൾ അങ്ങനെയുള്ള ഇമോഷൻസ് ഒക്കെ കാണിക്കും അല്ലെ, എക്സൈറ്റ്മെന്റ് കാണിക്കും, ആ ഒരു പ്ലഷർ നമുക്ക് കാണിക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു ആ ഒരു ദേഷ്യം അല്ലെ, അതായത് നമുക്കൊരു വെറുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ പേടി, ഇങ്ങനെയുള്ള ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇവർ രണ്ടുപേരും കൂടിയാണ്. ആരൊക്കെ? ലിംബിക് സിസ്റ്റവും ഹൈപ്പോതലാമസും ഒരുമിച്ചാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? ഹൈപ്പോതലാമസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ തലാമസ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഇറ്റ് ഇസ് ദ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്, ഇറ്റ് കോർഡിനേറ്റ്സ് സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ്. ഓക്കെ, ഹൈപ്പോതലാമസ് നമ്മൾ എന്താ പറഞ്ഞത്? തലാമസിന്റെ തൊട്ട് താഴെയാണ് ഹൈപ്പോതലാമസ് വരുന്നത്. നമ്മളെ ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യും, ബോഡിയുടെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യും, അതേപോലെ ദാഹം, വിശപ്പ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസിലുള്ള ന്യൂറോ സെക്രട്ടറി സെൽസ് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ അകത്തുള്ള ആ ഒരു പോർഷൻ എമിഗ്ഡാല, ഹിപ്പോകാമ്പസ്, ഇത് മൂന്നും കൂടി കൂടുന്നതാണ് ലിംബിക് സിസ്റ്റം. ഈ ലിംബിക് സിസ്റ്റവും അതിന്റെ കൂടെ ഹൈപ്പോതലാമസും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൽ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യും, മോട്ടിവേഷനെ പ്രോസസിംഗ് യൂണിറ്റ് ആണ്, അതുപോലെ തന്നെ ഇമോഷൻസിനെ ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇവർ ഒരുമിച്ചാണ്. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അടുത്ത ഭാഗമാണ് നമ്മുടെ മിഡ് ബ്രെയിൻ. ഓക്കെ, മിഡ് ബ്രെയിൻ. എടാ മക്കളെ, ഒറ്റ സെക്കൻഡ്, മാം ഒരു കാര്യം നോക്കിക്കോട്ടെ. യെസ്, മിഡ് ബ്രെയിൻ. അപ്പം മിഡ് ബ്രെയിൻ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഫോർ ബ്രെയിൻ കഴിഞ്ഞു അല്ലെ, സെറിബ്രവും തലാമസും ഹൈപ്പോതലാമസും കൂടി കൂടുന്നതാണ് ഫോർ ബ്രെയിൻ. ഫോർ ബ്രെയിൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് നമ്മുടെ മിഡ് ബ്രെയിൻ. അപ്പൊ മിഡ് ബ്രെയിൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ തലാമസ് ഓഫ് ഫോർ ബ്രെയിൻ ആൻഡ് പോൺസ് ഓഫ് ഹൈൻഡ് ബ്രെയിൻ. അതായത് ഫോർ ബ്രെയിനിന്റെയും മുകളിൽ ഫോർ ബ്രെയിൻ ആണ്, ഏറ്റവും താഴെ എന്താ? ഹൈൻഡ് ബ്രെയിൻ. അതായത് ഫോർ ബ്രെയിനിന്റെയും ഹൈൻഡ് ബ്രെയിനിന്റെയും ഇടയിലായിട്ടാണ് ആയിരിക്കുന്നത് നമ്മുടെ മിഡ് ബ്രെയിൻ ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കണം മക്കളെ, ഇത്രയും ഭാഗം എന്താ? ഫോർ ബ്രെയിൻ ആണ്. ഓക്കെ, ആൻഡ് ഇത്രയും ഭാഗം എന്താ? ഹൈൻഡ് ബ്രെയിൻ ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ട് ഈ കാണുന്ന പോർഷൻ കണ്ടോ നിങ്ങൾ? ഇതാണ് മിഡ് ബ്രെയിൻ. ഓക്കെ, ഇതാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് between thalamus and pons region. ഓക്കെ, ഇതാണ് പോൺസ്. പോൺസ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ? ഇതാണ് പോൺസ് റീജിയൻ. ഓക്കെ, ഇതാണ് പോൺസ് ആൻഡ് ഇതാണ് തലാമസ്. ഈ തലാമസിന്റെയും ഈ പോൺസിന്റെയും ഇടയിലായിട്ടാണ് മിഡ് ബ്രെയിൻ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ഈ മിഡ് ബ്രെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ മിഡ് ബ്രെയിനിന്റെ സെന്ററിലൂടെ ഒരു കനാൽ പാസ് ചെയ്യുന്നുണ്ട്. ആ കനാലിനെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ എക്യുഡക്റ്റ്. ഓക്കെ, എന്താണ്? മിഡ് ബ്രെയിനിന്റെ സെന്ററിലൂടെ ഒരു കനാൽ പാസ് ചെയ്യുന്നുണ്ട്. ആ കനാലിനെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ എക്യുഡക്റ്റ്. ഓക്കെ, സെറിബ്രൽ എക്യുഡക്റ്റ്. ഇനി മിഡ് ബ്രെയിനിന്റെ ഡോർസൽ പോർഷൻ അല്ല, ബാക്കിൽ നിങ്ങൾ എടുത്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് 4 ലോബുകൾ, 4 റൗണ്ട് സ്വെല്ലിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 4 ലോബുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കിക്കേ, ഇതൊരു ലോബ്, ഇതൊരു ലോബ്, ഇതൊരു ലോബ്, ഇതൊരു ലോബ്, 4 ലോബ്. ഈ 4 ലോബുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർപ്പോറ ക്വാഡ്രിജെമിന. എന്താണ് വിളിക്കുക? കോർപ്പോറ ക്വാഡ്രിജെമിന. അതായത് മിഡ് ബ്രെയിനിന്റെ ഡോർസൽ പോർഷനിൽ 4 ലോബ്സ് ഉണ്ട്. ഈ ലോബുകളെ വിളിക്കുന്ന പേരാണ് കോർപ്പോറ ക്വാഡ്രിജെമിന. ഓക്കെ, കോർപ്പോറ ക്വാഡ്രിജെമിന. ഇത്രയേ നമുക്ക് മിഡ് ബ്രെയിനിൽ പഠിക്കാനുള്ളൂ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മിഡ് ബ്രെയിൻ തലാമസിന്റെയും പോൺസിന്റെയും ഇടയിലിരിക്കുന്നു. ഒരു കനാൽ ഉണ്ട്, സെറിബ്രൽ എക്യുഡക്റ്റ്, ആൻഡ് ഡോർസൽ പോർഷനിൽ 4 ലോബ്സ് ഉണ്ട്. അതാണ് കോർപ്പോറ ക്വാഡ്രിജെമിന. ഓക്കെ, യെസ്. അപ്പൊ മിഡ് ബ്രെയിൻ കഴിഞ്ഞു. അപ്പൊ മിഡ് ബ്രെയിൻ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. ഈ കാണിച്ചിരിക്കുന്നത് എന്താ? ദിസ് ഇസ് കോർപ്പോറ ക്വാഡ്രിജെമിന. യെസ്, സെറിബ്രൽ എക്യുഡക്റ്റ് കാണിച്ചു തരാം. അതായത് മക്കളെ നോക്കിക്കേ, ഇവിടെ നിങ്ങളൊരു ചെറിയ ഭാഗം കണ്ടോ? യെസ്, ഇതാണ് സെറിബ്രൽ എക്യുഡക്റ്റ്. ഓക്കെ, ഇവിടെയാണല്ലോ നമ്മുടെ മിഡ് ബ്രെയിൻ വരുന്നത് അല്ലെ, ഇതാണല്ലോ നമ്മുടെ മിഡ് ബ്രെയിൻ. ആ മിഡ് ബ്രെയിൻ്റെ അടുത്ത് കൂടെ പോകുന്ന കനാല് കണ്ടോ നിങ്ങൾ? അതാണ് സെറിബ്രൽ എക്യുഡക്റ്റ്. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ഹൈൻഡ് ബ്രെയിൻ. അപ്പൊ ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ 3 ആൾക്കാർ വരുന്നുണ്ട് ഇതില്. സെറിബെല്ലവും പിന്നെ നമ്മുടെ പോൺസിന്റെ ഫുൾ നെയിം എന്താ? പോൺസ് വരോളി, പിന്നെ മെഡുല്ല ഒബ്ലങ്കേറ്റ. ഇത് 3 കൂടി കൂടുന്നതാണ് നമ്മളെ ഹൈൻഡ് ബ്രെയിൻ. സെറിബെല്ലം, പോൺസ് വരോളി ആൻഡ് മെഡുല്ല ഒബ്ലങ്കേറ്റ. സെറിബെല്ലം ആണ്, സെറിബ്രം എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്, സെറിബെല്ലം ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പോൺസ് റീജിയൻ പഠിക്കാം. ഓക്കെ, ഏതാണ് മക്കളെ പോൺസ് റീജിയൻ? വിച്ച് ഇസ് പോൺസ്? ഈ റീജിയൻ കണ്ടോ നിങ്ങൾ? ഇതാണ് പോൺസ്.
ഇതാണ് പോൺസ്. അതിന്റെ തൊട്ട് താഴെ വരുന്ന ആ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് പോൺസ് അല്ല, അത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ് കേട്ടോ. ഓക്കെ, സോ നോക്കിക്കേ, നമ്മുടെ ബ്രെയിൻ സ്റ്റെം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിന്റെ നടുവിൽ വരുന്ന മിഡിൽ പോർഷനിൽ വരുന്ന ആൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ പോൺസ് റീജിയൻ എന്ന് പറയുന്നത്. പോൺസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോൺസിൽ ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ് ഉണ്ട്. പോൺസിൽ എന്തുണ്ടടാ? ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണുള്ളത്? നമ്മുടെ ബ്രെയിനിൽ തന്നെ വരുന്ന പല ഭാഗങ്ങളില്ലേ, പല പാർട്സ്, പല റീജിയൻസ് ഇല്ലേ, അതിനെല്ലാം ഇന്റർകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെർവ് ഫൈബേഴ്സ് ഉള്ളത് കേട്ടോ. ഇറ്റ് ഇന്റർകണക്ട്സ് ഡിഫറെന്റ് റീജിയൻസ് ഓഫ് ബ്രെയിൻ. നമ്മളെ ബ്രെയിനിന്റെ തന്നെ പല ഭാഗങ്ങളെ ഇന്റർ കണക്ട് ചെയ്യാൻ ആർക്ക് പറ്റും? ഈ പോൺസ് റീജിയന് പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സെറിബെല്ലത്തിനെയും സെറിബ്രത്തിനെയും കണക്ട് ചെയ്യും അല്ലെ. സെറിബ്രവും സെറിബെല്ലവും എവിടെയാ വരുന്നത്? ഈ കാണുന്ന ഭാഗം കണ്ടോ, ഇതാണ് സെറിബെല്ലം ആൻഡ് ഈ കാണുന്ന പാർട്ടാണ് സെറിബ്രം. ഇവരെ പരസ്പരം കണക്ട് ചെയ്യാനുള്ള നെർവ് ഫൈബേഴ്സ് നമുക്ക് എവിടെ കാണാൻ പറ്റും? പോൺസ് റീജിയനിൽ കാണാൻ പറ്റും കേട്ടോ. connects cerebellum to cerebrum. Okay, yes, and നമ്മളെ എന്താ പറയാ, സെറിബെല്ലത്തിൽ നിന്ന് കുറെ ഇമ്പൾസുകളൊക്കെ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? നമ്മുടെ സെറിബ്രത്തിലേക്ക് പോകുന്നുണ്ട് അല്ലെ. സെറിബെല്ലത്തിൽ നിന്ന് സെറിബ്രത്തിലേക്ക് എന്ത് പോകുന്നുണ്ട്? ധാരാളം ഇമ്പൾസുകൾ പോകുന്നുണ്ട്. അപ്പം ആ ഇമ്പൾസുകളെയൊക്കെ ചെക്ക് ചെയ്യാൻ പോൺസിന് പറ്റും. സോ പോൺസ് റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസ് from cerebellum to cerebrum. Okay, it relays impulses from cerebellum to cerebrum. ഇനി എന്താണ് പോൺസിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്? നമ്മളെ സ്ലീപ്പ് വേക്ക് സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് കൺട്രോൾസ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ. പിന്നെ നമ്മളെ ബ്രീത്തിങ്ങിനെ റെഗുലേറ്റ് ചെയ്യാനും ആർക്ക് പറ്റും? പോൺസ് റീജിയന് പറ്റും. ഓക്കെ, റെഗുലേറ്റ്സ് ബ്രീത്തിങ്. ഓക്കെ, ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളെ കൂടെ എഴുതി പോവാട്ടോ. അതായത് പറയുന്നതും എഴുതലും കൂടി ഒരുമിച്ച് എനിക്ക് അങ്ങനെ നീറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ടപ്പടപ്പയെന്ന് പറഞ്ഞ് എഴുതി പോകുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, സോ നിങ്ങൾ നോട്ട് ചെയ്യാം. സോ പോൺസ് റീജിയനെ കുറിച്ച് നമുക്ക് ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. എന്തൊക്കെ പറഞ്ഞു? അതായത് പോൺസ് റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിന്റെ മിഡിൽ പാർട്ടാണ്, ലാർജസ്റ്റ് പാർട്ടാണ്. ആൻഡ് ഓൾസോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ബ്രെയിനിലെ തന്നെ പല റീജിയൻസിനെ പരസ്പരം ഇന്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ സെറിബെല്ലത്തിനും സെറിബ്രത്തിനെയും ഈ നെർവ് ഫൈബേഴ്സ് കണക്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മളെ സെറിബെല്ലത്തിൽ നിന്ന് ധാരാളം ഇമ്പൾസുകൾ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? സെറിബ്രത്തിലേക്ക് പോകുന്നുണ്ട്. സോ ആ ഇമ്പൾസുകളുടെയൊക്കെ റിലേ സ്റ്റേഷനാണ് നമ്മുടെ പോൺസ് റീജിയൻ. ഇത് കൂടാതെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബ്രീത്തിങ്ങിനെയും കൺട്രോൾ ചെയ്യാൻ ആർക്ക് പറ്റും? പോൺസ് റീജിയന് പറ്റും. ഓക്കെ, യെസ്. അടുത്തതാണ് സെറിബെല്ലം. ഓക്കെ, അപ്പൊ സെറിബെല്ലം എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പാർട്ടാണ് നമ്മുടെ സെറിബെല്ലം കേട്ടോ. ഇതാണ് സെറിബെല്ലം. ഇവിടെയാണെങ്കിൽ ഞാൻ നേരത്തെ സെറിബെല്ലം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഭാഗം കണ്ടോ, ഇതാണ് സെറിബെല്ലം. അതായത് നമ്മുടെ ബ്രെയിനിലെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്. ഓക്കെ, ഫസ്റ്റ് ലാർജസ്റ്റ് പാർട്ട് ഏതായിരുന്നു? സെറിബ്രം. രണ്ടാമത്തെ ലാർജസ്റ്റ് പാർട്ട് ഏതാണ്? സെറിബെല്ലം. നമ്മുടെ മസ്തിഷ്കത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ഇത്. സെറിബ്രത്തിന്റെ തൊട്ട് താഴെയായിട്ട് രണ്ട് ദളങ്ങൾ, രണ്ട് ഫ്ലാപ്സ് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ, ബിഹൈൻഡ് സെറിബ്രം. ഇതെങ്ങനെയാ കാണപ്പെടുന്നത്? രണ്ട് ഫ്ലാപ്സ് പോലെ. ഓക്കെ, രണ്ട് പാടകൾ പോലെയാണ് ഇത് കാണപ്പെടുന്നത്. എന്താണ് സെറിബെല്ലത്തിന്റെ ഏറ്റവും വലിയ പരിപാടി? ഇറ്റ് കോർഡിനേറ്റ്സ് muscular activities. Okay, it coordinates muscular activities and also it maintains body equilibrium. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ്, നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെറിബെല്ലമാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, തല കറങ്ങി വീണ ആൾക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയും ചെവിയുടെ ബാലൻസ് പോയിന്ന്. അതെന്താ സംഭവം? നമ്മുടെ ചെവിയാണ് ശരിക്കും പറഞ്ഞാൽ ബോഡിയുടെ ബാലൻസിങ് ചെയ്യുന്നത്. ചെവി ആരുടെ കൺട്രോളാ? സെറിബെല്ലത്തിന്റെ കൺട്രോളിലാണ്. അതായത് ചെവിക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് ചെവി കേൾക്കുക, ആ കേൾവി എന്ന് പറയുന്നത് സെൻസേഷൻ ആണ്, അത് സെറിബ്രത്തിന്റെ കൺട്രോളില്. രണ്ടാമത്തെ ചെവിയുടെ പരിപാടി ബോഡി ബാലൻസിങ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെവിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. സോ നമ്മുടെ ബോഡി ഇക്വിലിബ്രിയത്തിനെ കൺട്രോൾ ചെയ്യുക. അതായത് നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും വീണ് പോകുന്നില്ല അല്ലെ. അപ്പൊ ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെറിബെല്ലമാണ്. അത് കൂടാതെ നമ്മളെ മസിൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. അതെന്തോ അങ്ങനെ പറയാൻ കാരണം, നിങ്ങളൊന്ന് സൈക്കിൾ ഓട്ടുമ്പോൾ കാലിങ്ങനെ ചുറ്റുന്നുണ്ടാവും, അതേപോലെ തന്നെ നിങ്ങൾ കൈയും ആ സൈക്കിളിനെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ കൈയും കാലും ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് നമ്മൾ സൈക്കിൾ ഓടിക്കുക എന്നുള്ളത് അല്ലെ. അപ്പം
2 സ്ഥലങ്ങളിലുള്ള മസിൽസിന്റെ ആക്ടിവിറ്റീസ് ആണ് ഇതിന് കാരണം. അപ്പൊ ഇത് കൊണ്ടുവരുന്നത് ആരാണ്? സെറിബെല്ലം ആണ് കേട്ടോ. സോ മസ്കുലർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലം ആണ്. എക്സാമ്പിൾ നിങ്ങൾ ബൈസിക്കിൾ റൈഡ് ആലോചിച്ചാൽ മതി. ബൈസൈക്കിൾ റൈഡിന്റെ സമയത്തുള്ള നമ്മൾ ആ പെഡലിങ്ങും നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് നിയന്ത്രണം, കൈയും കാലും വെച്ചിട്ടുള്ള നിയന്ത്രണം, കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലം ആണ്. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അപ്പൊ സെറിബെല്ലം സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബോഡി ആൻഡ് ഇറ്റ് കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് ഓൾസോ ബോഡി ഇക്വിലിബ്രിയം. അടുത്തതാണ് നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റ. അപ്പൊ മെഡുല്ല ഒബ്ലങ്കേറ്റ എന്ന് പറയുമ്പോൾ ഇത് പോൺസ് റീജിയൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഇതാണ് മെഡുല്ല ഒബ്ലങ്കേറ്റ. ഓക്കെ, നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിന്റെ ലോവസ്റ്റ് പാർട്ടാണ് മെഡുല്ല ഒബ്ലങ്കേറ്റ എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റെമ്മിന്റെ ലോവസ്റ്റ് പാർട്ട്. ഇത് ശരിക്കും ഒരു ദണ്ഡാകൃതിയിലാണ് ഇരിക്കുന്നത്. കണ്ടില്ല, ഒരു വളഞ്ഞ ഒരു ദണ്ഡാകൃതിയിലാണ് ഇരിക്കുന്നത്. അതായത് റോഡ് ഷേപ്ഡ് പാർട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ സെറിബ്രത്തിന്റെ താഴെ സെറിബെല്ലത്തിനോട് ചേർന്ന് കാണുന്ന ഭാഗം, ഇതല്ലേ സെറിബെല്ലം? സെറിബെല്ലത്തിനോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് മെഡുല്ല കേട്ടോ. ഇറ്റ് ഈസ് ഫൗണ്ട് ബിലോ സെറിബ്രം but near to cerebellum. ഓക്കെ, എന്താണ് മെഡുല്ലയുടെ ഫംഗ്ഷൻ? ആക്ച്വലി നമ്മൾ ഇടയ്ക്ക് എന്താ പറയുക, ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് അല്ലെ, നമ്മൾ പെഡലിയുടെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ്, തൊട്ട് മുകളിലായിട്ടാണ് ഈ മെഡുല്ല ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്ത് നമുക്ക് ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് നമ്മൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കിട്ടിയാൽ നമ്മൾ മരണപ്പെടുന്നൊക്കെ പറയും, അല്ലെങ്കിൽ കോമയിൽ പോകുന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡിയിലെ ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുക മെഡുല്ല ഒബ്ലങ്കേറ്റയാണ്. ഓക്കെ, അപ്പൊ മെഡുലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, ഹാർട്ട് ബീറ്റ്, നമ്മുടെ റെസ്പിറേഷൻ, കാർഡിയോ വാസ്കുലർ ഫങ്ഷൻസ്, ഇതെല്ലാം നിന്ന് പോകും. സോ ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനെയാണ് ആര് കൺട്രോൾ ചെയ്യുന്നത്? മെഡുല്ല ഒബ്ലങ്കേറ്റ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും എന്തൊക്കെ വരും? ഹാർട്ട് ബീറ്റ് വരും, നമ്മുടെ റെസ്പിറേഷന്റെ റേറ്റ് അല്ലെങ്കിൽ റെസ്പിറേഷൻ വരും, പിന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് സെക്രീഷൻസ്, അതായത് ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്താ പറയുക, വയറ്റിലൊക്കെ വെച്ചിട്ട് എന്താ നടക്കുന്നുണ്ട്? കുറെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അല്ലെ? ആ ഗ്യാസ്ട്രിക് സെക്രീഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ കാർഡിയോ വാസ്കുലാർ റിഫ്ലെക്സസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലങ്കേറ്റയാണ്. സോ മെഡുല്ലയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് അങ്ങ് നിന്ന് പോകും. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും ഒന്നുമില്ല, ബ്രീത്തിങ്, റെസ്പിറേഷൻ, ഡൈജഷൻ, ഇതെല്ലാം മെഡുല്ലയുടെ കൺട്രോളിലാണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അപ്പൊ മെഡുല്ല ഒബ്ലങ്കേറ്റ ലോവസ്റ്റ് പാർട്ടാണ്. പിന്നെ എന്താണ്? റോഡ് ഷേപ്ഡ് പാർട്ടാണ്. സിറ്റുവേറ്റഡ് ബിലോ സെറിബ്രം, നിയർ ടു സെറിബെല്ലം. ഓക്കെ, കൺട്രോൾസ് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്. ഇത്രയേ ഉള്ളൂ. യെസ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഹൈൻഡ് ബ്രെയിനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സെറിബെല്ലം പറഞ്ഞു, പോൺസ് റീജിയൻ പറഞ്ഞു, അതുപോലെ തന്നെ മെഡുല്ല ഒബ്ലങ്കേറ്റ പറഞ്ഞു കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, ഇനിയാണ് ബ്രെയിൻ സ്റ്റെം. അപ്പൊ നേരത്തെയൊക്കെ ഞാൻ നിങ്ങളുടെ ബ്രെയിൻ സ്റ്റെമ്മിനെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പൊ ബ്രെയിൻ സ്റ്റെമ്മിലെ ഏറ്റവും വലിയ ഭാഗം പോൺസ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുമ്പം ആരൊക്കെ കൂടിയിട്ടാണ് ഈ ബ്രെയിൻ സ്റ്റെമ്മിനെ ഉണ്ടാക്കുന്നത്? നമ്മുടെ മിഡ് ബ്രെയിൻ ഉണ്ടാവില്ലേ, മിഡ് ബ്രെയിൻ, അതേപോലെ തന്നെ പോൺസ്, അതേപോലെ തന്നെ മെഡുല്ല, ഈ 3 ആൾക്കാരും കൂടിയിട്ടാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റെം ഉണ്ടാക്കുന്നത്. ഈ ബ്രെയിൻ സ്റ്റെമ്മിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രെയിൻ സ്റ്റെം ആദ്യം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? മിഡ് ബ്രെയിൻ. ആൻഡ് ഇതാണ് പോൺസ് റീജിയൻ, ഇതാണ് മെഡുല്ല. ഇത് 3ഉം കൂടി കൂടുന്നതാണ് ബ്രെയിൻ സ്റ്റെം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് മിഡ് ബ്രെയിൻ ആണ്, ഇത് പോൺസ് ആണ്, ഇത് മെഡുല്ലയാണ്, ഇതാണ് ബ്രെയിൻ സ്റ്റെം. ആക്ച്വലി ഈ താഴേക്ക് വരുന്ന ഭാഗം, അതായത് ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഏറ്റവും താഴത്തെ ഭാഗം മെഡുല്ലയാണ്. നമ്മുടെ ബ്രെയിനിന്റെ തന്നെ ഏറ്റവും താഴത്തെ ഭാഗം മെഡുല്ലയാണ്. മെഡുല്ലയുടെ കണ്ടിന്യൂഷൻ ആണ് സ്പൈനൽ കോഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ബ്രെയിൻ സ്റ്റെമ്മിന്റെ താഴെ വരുന്ന, അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഏറ്റവും താഴെ വരുന്ന, മെഡുല്ലയ്ക്ക് ശേഷം വരുന്ന സ്പൈനൽ കോഡിനെയും നമ്മുടെ ബ്രെയിനിനെയും പരസ്പരം കണക്ട് ചെയ്യിക്കുന്നത് ബ്രെയിൻ സ്റ്റെം ആണ്. ഓക്കെ, അതായത് ഈ കാണുന്നത് സ്പൈനൽ കോഡാണ്, ഇത് നമ്മുടെ ബ്രെയിൻ ആണ്. ഈ സ്പൈനൽ കോഡിനെയും ബ്രെയിനിനെയും പരസ്പരം കണക്ട് ചെയ്യിക്കുന്നത് ആരാണ്? മിഡ് ബ്രെയിനും പോൺസും മെഡുല്ലയും കൂടി ഒരുമിച്ചാണ്, അതായത് ബ്രെയിൻ സ്റ്റെം ആണ് കേട്ടോ. ഓക്കെ, യെസ്. എന്താണ്? കണക്ട്സ് ബ്രെയിൻ ടു സ്പൈനൽ കോഡ്. ഓക്കെ, ഇനി ഇവർ 3 പേരും ഒരുമിച്ച് നമ്മളെ ബോഡിയിൽ എന്തൊക്കെ ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്? ഇവർ 3 പേരും കൂടി ഒരുമിച്ച് എന്തൊക്കെ റെഗുലേറ്റ് ചെയ്യും? നമ്മളെ ബ്രീത്തിങ്ങിനെ റെഗുലേറ്റ് ചെയ്യും, പിന്നെ നമ്മളെ റെസ്പിറേഷന്റെ റേറ്റ്, ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ ബ്ലഡ് പ്രഷർ, BP, പിന്നെ നമ്മളെ ഉറക്കം, സ്ലീപ്പിംഗ്, പിന്നെ നമ്മളെ ബോഡിയുടെ ബാലൻസിങ്, പിന്നെ നമ്മളെ കോൺഷ്യസ്നെസ്,
ബോധത്തോടെ ഇരിക്കാനുള്ള കഴിവ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് 3 പേർക്കും ഒരുമിച്ച് പറ്റും. അതായത് നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിന് പറ്റും. ഓക്കെ, സെറ്റ് ആയില്ല? അതാണ് ബ്രെയിൻ സ്റ്റെം. അപ്പൊ ബ്രെയിൻ സ്റ്റെം ഉണ്ടാക്കിയിട്ടുള്ളത് മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല. എന്താ പരിപാടി? കണക്ട്സ് ബ്രെയിൻ ടു സ്പൈനൽ കോഡ്. പിന്നെ എന്തൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്? ഫംഗ്ഷൻ എന്തൊക്കെയാ? ബ്രീത്തിങ്, റെസ്പിറേഷൻ റേറ്റ്, ബ്ലഡ് പ്രഷർ, സ്ലീപ്പ് ആൻഡ് വീക്ക് സൈക്കിൾ, അതായത് സ്ലീപ്പിംഗ്, പിന്നെ ബോഡി ബാലൻസിങ്, കോൺഷ്യസ്നെസ് എല്ലാം റെഗുലേറ്റ് ചെയ്യാൻ ഈ കാണുന്ന ബ്രെയിൻ സ്റ്റെമ്മിന് പറ്റും. ഓക്കെ, യെസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ബ്രെയിനിന്റെ ആ ഒരു സ്ട്രക്ചർ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ലേബൽ ചെയ്താലോ, അല്ലെ? യെസ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, ഈ ഒരു പാർട്ട് എന്താണ്? ഇത് സെറിബ്രമാണ്. എക്സാമിന് ചോദിക്കൂ കേട്ടോ, ലേബൽ ചെയ്യാൻ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളിത് പഠിക്കുക. ഓക്കെ, ഇതെന്താണ്? ഇത് സെറിബ്രമാണ്. ഇതാണ് സെറിബെല്ലം. ആൻഡ് ഇതാണ് നമ്മുടെ തലാമസ്. ഇതാണ് ഹൈപ്പോതലാമസ്. ഓക്കെ, യെസ്. ഇതാണ് മെഡുല്ല. ദിസ് ഇസ് പോൺസ് റീജിയൻ. ഇതാണ് മിഡ് ബ്രെയിൻ. കഴിഞ്ഞു തോന്നുന്നല്ലേ? എല്ലാം നമ്മൾ ലേബൽ ചെയ്തില്ലേ? ഫോർ ബ്രെയിനിൽ വരുന്നത് എന്തൊക്കെയായിരുന്നു? സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ് നമ്മൾ പറഞ്ഞു, മിഡ് ബ്രെയിൻ പറഞ്ഞു. പിന്നെ ഹൈൻഡ് ബ്രെയിനിൽ വരുന്നത് സെറിബെല്ലം, പോൺസ് റീജിയൻ, മെഡുല്ല. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പം ഇങ്ങനെ ലേബൽ ചെയ്യാനായിട്ട് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് സ്വന്തമായിട്ട് ഒന്ന് ലേബൽ ചെയ്യാനായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഡോട്ടും കൂടി ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ സെറിബ്രം. ഓക്കെ, യെസ്. ആൻഡ് ദിസ് ഇസ് തലാമസ്, ദിസ് ഇസ് ഹൈപ്പോതലാമസ്. പിന്നെ നമ്മുടെ മിഡ് ബ്രെയിൻ, ഈ കാണുന്ന പോർഷൻ കണ്ടോ? ഇതാണ് നമ്മുടെ മിഡ് ബ്രെയിൻ. പിന്നെന്താണ്? ഇത് പോൺസ്, ഇത് മെഡുല്ല, ആൻഡ് ദിസ് പൂ പോലെ ഇരിക്കുന്ന ഭാഗം ഇതാണ് സെറിബെല്ലം. താഴെ വരുന്നത് സ്പൈനൽ കോഡ് ആണ് കേട്ടോ. ഇത് സ്പൈനൽ കോഡ്, അതായത് മെഡുല്ലയുടെ കണ്ടിന്യൂഷൻ ആണ് സ്പൈനൽ കോഡ്. കഴിഞ്ഞു. യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബ്രെയിനിന്റെ സ്ട്രക്ചർ, ഓരോ ഭാഗവും അതിന്റെ ഫംഗ്ഷൻസും ഒന്ന് ഓടിച്ചിട്ട് പഠിക്കാം അല്ലെ? സെറിബ്രം. അപ്പൊ സെറിബ്രം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ ഓർമ്മശക്തി, ലേണിംഗ്, സ്പീച്ച്, ഇമോഷൻസ്, ഇന്റലിജൻസ്, നമ്മുടെ ബിഹേവിയർ, പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ തലാമസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ റിലേ സ്റ്റേഷൻ അല്ലെ? അതായത് എന്തൊക്കെ ഇമ്പൾസുകൾ അല്ലെങ്കിൽ സെൻസറി ഇമ്പൾസുകൾ നമ്മുടെ സെറിബ്രത്തിലേക്ക് പോകണം, സെറിബ്രത്തിൽ നിന്ന് തിരിച്ചു വരുന്ന റെസ്പോൺസിനെ നമ്മൾ എന്താ വിളിക്കുക? മോട്ടോർ ഇമ്പൾസ്. ഓക്കെ, എന്തൊക്കെ തിരിച്ചു വരണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് തലാമസ് ആണ്. ഹൈപ്പോതലാമസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പം ആക്ച്വലി നമ്മുടെ ഒരു എന്താ പറയുക, ആ ഒരു വിഷ്വൽ റിഫ്ലെക്സസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. അതായത് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ഇല്ലേ, അങ്ങനെയുള്ള റിഫ്ലെക്സുകളെയൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുക. അതേപോലെ നമ്മൾ ഓഡിയോ ഔട്ട്പുട്ടിനെയൊക്കെ എന്ത് ചെയ്യുക? റിസീവ് ചെയ്തിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ആ ഒരു സെൻസറി ഡാറ്റേനെ നമ്മളെ ബ്രെയിനിന്റെ ഹയർ സെന്റേഴ്സിലേക്കൊക്കെ സെൻഡ് ചെയ്യുക. ഇതെല്ലാം മിഡ് ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആണ്. പോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രീത്തിങ് ഒക്കെ കൺട്രോൾ ചെയ്യും. മെഡുല്ല എന്ന് പറയുമ്പോൾ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആയിട്ടുള്ള ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡൈജഷൻ, നമ്മുടെ സ്വാലോയിങ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ലയാണ്. പിന്നെ സെറിബെല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡി മൂവ്മെന്റ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ ബൈസൈക്കിളിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ ബോഡിക്ക് ഒരു പ്രത്യേക പോസ്ചർ ഇല്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെറിബെല്ലമാണ് കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് ബോഡി ബാലൻസിങ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് പോസ്റ്ററും സെയിം തന്നെയാണ്. സെറ്റ് ആയല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ബ്രെയിനിന്റെ പാർട്സ് ആൻഡ് അതിന്റെ ഫംഗ്ഷൻസ്. സോ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? അതായത് ബ്രെയിനിന്റെ സ്ട്രക്ചർ ആദ്യം പഠിക്കുക, ഏതൊക്കെ ഭാഗങ്ങൾ ഉണ്ടെന്ന് പഠിക്കുക, ആ ഡിവിഷൻസും കാര്യങ്ങളും പഠിക്കുക, ആൻഡ് ഓരോ ഭാഗങ്ങളും ലേബൽ ചെയ്യാൻ പഠിക്കുക, ഫംഗ്ഷൻസ് പഠിക്കുക. ഓക്കെ, സെറ്റ് ആയല്ലോ. യെസ്. അങ്ങനെ നമ്മൾ ബ്രെയിൻ കഴിഞ്ഞടാ. ഇനി ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്, അതായത് റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് റിഫ്ലെക്സ് ആർക്ക്. റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് റിഫ്ലെക്സ് ആർക്ക്. ഓൾറെഡി 10ാം ക്ലാസ്സിൽ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താ റിഫ്ലെക്സ് ആക്ഷൻ, എന്താണ് റിഫ്ലെക്സ് ആർക്ക്? നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇപ്പൊ നമ്മള് ലൈഫിൽ നമുക്ക് പല ടൈമിലായിട്ട് പെട്ടെന്ന് ചില ആക്സിഡന്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ? അതായത് സഡൻ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കട്ടോ, ജീവിതത്തിൽ പ്രശ്നങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ നമ്മൾ ചെരുപ്പിടാതെ നമ്മുടെ മുറ്റത്ത് കൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ കാലിൽ മുള്ളെന്തെങ്കിലും തറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അടുക്കളയിൽ നിന്ന് ഭയങ്കരമായിട്ട് സ്മെല്ലൊക്കെ വരും. അമ്മ ഒന്ന് അവിടെ നിന്ന് മാറിയ തക്കം നോക്കിയിട്ട് ഓടിപ്പോയിട്ട് ആ ചൂട് പാത്രം, ചിലപ്പോൾ ബിരിയാണി ചെമ്പാവാം, എന്തും ആവാം, ആ പാത്രം പോയിട്ട് നിങ്ങൾ തൊടുമ്പം കൈ പൊള്ളും.
അപ്പൊ തന്നെ നിങ്ങളെ കൈ ബാക്കോട്ടേക്ക് വലിക്കും അല്ലെ. അപ്പൊ ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചില ആക്സിഡന്റൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്, സഡൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിനോട്, എമർജൻസി ആയിട്ട് നടക്കുന്ന സിറ്റുവേഷൻസിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതായത് ഇപ്പൊ നിങ്ങളുടെ കാലിലൊരു മുള്ളു തറയ്ക്കുമ്പം പെട്ടെന്ന് നിങ്ങൾ നടക്കുന്നു, പെട്ടെന്ന് കാലിൽ എന്തോ ഒരു ഫീല് വരുന്നു, അപ്പൊ തന്നെ കാല് ബാക്കോട്ടേക്ക് വലിക്കുന്നു അല്ലെ. എന്നിട്ടാണ് നിങ്ങൾ കാലിലേക്ക് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും കാലിൽ മുള്ളുണ്ട് എന്ന്. അതായത് ആ ഒരു റെസ്പോൺസ് നിങ്ങൾ കൊടുക്കും. അതായത് കാല് ബാക്കോട്ടേക്ക് വലിക്കുക എന്നുള്ളത് റെസ്പോൺസ് ആണ്. ആ റെസ്പോൺസ് നിങ്ങൾ കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾ നോക്കുമ്പോൾ അത് മുള്ളാന്ന് തന്നെ നിങ്ങൾ തിരിച്ചറിയാറ്. അതേപോലെ തന്നെ ഒരു പാത്രം ചൂടുണ്ട് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുക വലിച്ചതിന് ശേഷം, അയ്യോ തൊട്ടത് ചൂട് പാത്രമാണല്ലേ. അപ്പൊ അങ്ങനെയുള്ള ചില സഡൻ ആയിട്ട് ഇൻവോളണ്ടറി ആയിട്ട്, അതായത് നമ്മുടെ ഇഷ്ടപ്രകാരമോ നമ്മുടെ ആ ഒരു കോൺഷ്യസ് ലെവലിലോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് വരുത്തിയിട്ടോ അല്ല നമ്മൾ ഈ ഒരു റെസ്പോൺസ് ഇവിടെ കൊടുക്കുന്നത് അല്ലെ. അറിയാതെ തന്നെ നമ്മൾ ചെയ്തു പോകും. അറിയാതെ കൈ ബാക്കോട്ടേക്ക് വലിക്കും, അറിയാതെ കാല് ബാക്കോട്ടേക്ക് നമ്മൾ വലിക്കും. ഓക്കെ, ഇൻവോളണ്ടറി അല്ലേ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, അയ്യോ ഞാനിപ്പം കൈ വെച്ചിരിക്കുന്നത് എൻ്റെ കൈ ഇരിക്കുന്നത് ചൂട് പാത്രത്തിലാണ്, എൻ്റെ കൈ പൊള്ളുന്നുണ്ട്, അതുകൊണ്ട് ഞാനതാ എൻ്റെ ഇഷ്ടപ്രകാരം കൈ ഞാൻ ബാക്കോട്ടേക്ക് വലിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? കൂടുതൽ പൊള്ളൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള സമയം നിങ്ങൾ കൊടുക്കാറുണ്ടോ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടാണോ കൈ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ബാക്കോട്ടേക്ക് വലിക്കുന്നത്? അല്ല അല്ലെ. കൈ വെക്കുന്നു, പൊള്ളുന്നു, സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ബാക്കോട്ടേക്ക് വലിക്കുന്നു. ഇൻവോളണ്ടറി റെസ്പോൺസാ, നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകുന്ന ഒരു റെസ്പോൺസ് ആണ്. സഡൻ ആയിട്ട് ആക്സിഡന്റൽ ആയിട്ട് നടക്കുന്ന ഒരു റെസ്പോൺസ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള റെസ്പോൺസുകളെ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സ് ആക്ഷൻസ്. അതായത് ദേ ആർ ദ ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻസ് വെരി സഡൻലി അല്ലെ. സഡൻ ഇൻവോളണ്ടറി ആക്ഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസുകളെ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സ് ആക്ഷൻസ് ആൻഡ് ദേ ആർ ആക്സിഡന്റൽ. ഓക്കെ, പെട്ടെന്ന് സഡൻ ആയിട്ട് ആക്സിഡന്റൽ ആയിട്ട് നടക്കുന്നത്. ഇനി ഇവിടെ നമുക്കൊരു തോട്ട് പ്രോസസ് അല്ലെങ്കിൽ ഒരു കോൺഷ്യസ് ലെവൽ ഒക്കെ പറയാൻ പറ്റുമോ? അതായത് ഞാൻ ചിന്തിച്ചിട്ടാണോ എൻ്റെ കൈ ബാക്കോട്ടേക്ക് വലിച്ചേ, അല്ലെങ്കിൽ എൻ്റെ കാലിൽ മുള്ളു തറച്ചപ്പോൾ അയ്യോ കാലിൽ മുള്ളു തറച്ചു, ഓക്കെ അപ്പൊ മുള്ളു ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, പിന്നെ ഞാൻ കാല് ബാക്കോട്ടേക്ക് വലിക്കട്ടെ, വേദന എടുക്കുന്നുണ്ട്, എന്നാൽ ഞാൻ മുള്ളു പുറത്തേക്ക് എടുക്കട്ടെ. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. തോട്ട് പ്രോസസ് ഒന്നും അവിടെ ഇല്ല. കോൺഷ്യസ് ലെവലിന്റെയും അപ്പുറമാണ് ഈ ഒരു ആക്ഷൻ നടക്കുന്നത് അല്ലെ. നമ്മൾ ചിന്തിക്കുന്നതിന്റെയും മുന്നേ അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്നതിന്റെയും മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബിയോണ്ട് ദ കോൺഷ്യസ് ലെവൽ നമ്മൾ ഈ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് കോൺഷ്യസ്നെസ്. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് കോൺഷ്യസ്നെസ് or thought process. ഓക്കെ, അപ്പൊ എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു റിഫ്ലെക്സ് ആക്ഷൻ നടക്കുന്ന ഒരു കറക്റ്റ് പാത്വേ ഉണ്ട്. ആ പാത്വേ ആണ് നമുക്കിവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പാത്വേ എന്ന്. അപ്പൊ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കൈ പൊള്ളുന്ന എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. അപ്പൊ കൈ പൊള്ളുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ആ ചൂട് പാത്രത്തിലേക്ക് കൈ വെക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരിയിലേക്ക് നമ്മൾ തൊടുക എന്ന് വിചാരിക്കുക. ആ സമയത്ത് ഇത് നമ്മുടെ സെൻസ് ഓർഗൻ, അതായത് നമ്മുടെ തൊലി, അതായത് സ്കിൻ അല്ലെ, ത്വക്ക്, സെൻസ് ഓർഗൻ. സോ സെൻസ് ഓർഗൻ ആണ് ഇവിടെ ആ ഒരു സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നത്. അതായത് ആ ഒരു ചൂട് അല്ലെ, ആ ചൂട് എന്ന് പറയുന്ന സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കൈയാണെങ്കിൽ കയ്യിലുള്ള ഈ ഒരു സെൻസ് ഓർഗൻ ആയിട്ടുള്ള സ്കിന്നാണ്. സോ നമ്മുടെ സെൻസറി ഓർഗൻ എന്തിനെ റിസീവ് ചെയ്യും? സ്റ്റിമുലസിനെ റിസീവ് ചെയ്യും. ഓക്കെ, ഈ സെൻസറി ഓർഗനിൽ ആരാണ് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ സെൻസ് ഓർഗൻസിൽ പ്രത്യേക തരം സെൽസ് ഉണ്ട്, അവരുടെ പേരാണ് റിസെപ്റ്റേഴ്സ്. ഈ റിസെപ്റ്റേഴ്സ് ആണ് എന്തിനെ റിസീവ് ചെയ്യുന്നത്? സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നത്. റിസെപ്റ്റേഴ്സ് സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത ഉടനെ തന്നെ അവർ എന്തിനെ ഉണ്ടാക്കും? ഇമ്പൾസിനെ ജനറേറ്റ് ചെയ്യും അല്ലെ. അതായത് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ചൂടാണ്, അപ്പൊ ആ ചൂടാണ്, അതുകൊണ്ട് കൈ ബാക്കിലേക്ക് വലിക്കണം എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ്, ഇമ്പൾസ്, ഇൻഫർമേഷൻ, സിഗ്നലിനെ ഉണ്ടാക്കുന്നത് ആരാണ്? റിസെപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഈ ഇമ്പൾസ് എന്ത് ഇമ്പൾസ് ആയിരിക്കും? അതായത് ഈ ഇമ്പൾസ് നേരെ നമ്മളെ ബോഡി പാർട്ടിൽ നിന്ന് എങ്ങോട്ടാ പോവാനുള്ളത്? ബ്രെയിനിലേക്കല്ലേ പോവാനുള്ളത്, അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്കല്ലേ പോവാനുള്ളത്? അതായത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പോകുന്ന ഇമ്പൾസ് ആണ്. അങ്ങനെയുള്ള ഇമ്പൾസിനെ നമ്മൾ വിളിക്കുന്ന പേര് സെൻസറി ഇമ്പൾസ് എന്നാ. കാരണം അങ്ങോട്ട് പോകുന്ന ഇമ്പൾസ് അത് സെൻസറി ഇമ്പൾസ് ആണ് കേട്ടോ. ഓക്കെ, ഈ സെൻസറി ഇമ്പൾസിനെ കൊണ്ടുപോകുന്നത് എന്ത് ന്യൂറോൺസ് ആണ്? സെൻസറി ന്യൂറോൺസ് ആണ്. സെൻസറി ന്യൂറോൺസിന്റെ പാത്വേ, ആ ഫൈബേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫറന്റ് പാത്വേ അല്ലെങ്കിൽ എഫറന്റ് ഫൈബേഴ്സ്. ഓക്കെ, എഫറന്റ് പാത്വേ എന്ന് പറഞ്ഞാൽ എന്താ? സെൻസറി ഇമ്പൾസിനെ കൊണ്ടുപോകുന്ന സെൻസറി ന്യൂറോൺസിന്റെ പാത്വേ.
ഓക്കെ, സെൻസറി ന്യൂറോൺസിന്റെ പാത്വേ. ഈ റിഫ്ലെക്സ് ആക്ഷന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസിനെ കൊടുക്കുന്നത് ബ്രെയിൻ അല്ല, മറിച്ച് സ്പൈനൽ കോഡാ. ആ ബ്രെയിൻ വരെ എത്താനുള്ള സമയമൊന്നും ഇവിടെ ഇല്ല. അത് നേരെ എങ്ങോട്ടാ പോവാ? സ്പൈനൽ കോഡിലേക്കാണ് പോവാ. എന്നിട്ട് സ്പൈനൽ കോഡാണ് ഇതിനുള്ള റെസ്പോൺസ് തരുന്നത് കേട്ടോ. അപ്പം സെൻസറി ന്യൂറോൺസ് എഫറന്റ് പാത്വേ വഴി ഈ ഒരു ഇമ്പൾസിനെ, അതായത് സെൻസറി ഇമ്പൾസിനെ നേരെ എങ്ങോട്ടേക്ക് എത്തും? നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കും. എങ്ങോട്ടേക്ക് എത്തിക്കും? സ്പൈനൽ കോഡിലേക്ക് എത്തിക്കും. അപ്പൊ സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ആ ഒരു സ്ട്രക്ചർ വരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ സ്പൈനൽ കോഡിൽ 2 റൂട്ടുകൾ ഉണ്ട്. എന്തുണ്ട്? 2 റൂട്ടുകൾ ഉണ്ട്. ഒന്ന് ഡോർസൽ റൂട്ട്. ഓക്കെ, എന്താണ് ഡോർസൽ റൂട്ട്? ഇതും ഡോർസൽ റൂട്ടാണ്. പിന്നെ വെൻട്രൽ റൂട്ട്, ഇത് വെൻട്രൽ റൂട്ടാണ് കേട്ടോ. ഓക്കെ, ഇതും വെൻട്രൽ റൂട്ടാണ്. അങ്ങനെ 2 റൂട്ട്സ് ഉണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? അതായത് സെൻസറി ഇമ്പൾസുകൾ സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത് ഡോർസൽ റൂട്ട് വഴിയാണ്. റെസ്പോൺസുകൾ തിരിച്ചു പോകുന്നത് വെൻട്രൽ റൂട്ട് വഴിയാണ്. അതായത് ബോഡി പാർട്ടിൽ നിന്നുള്ള ഇമ്പൾസിനെ കൊണ്ടുവരുന്നത് ഡോർസൽ റൂട്ടും തിരിച്ചു കൊണ്ടുപോകുന്നത് വെൻട്രൽ റൂട്ടുമാണ് കേട്ടോ. ഓക്കെ, ആൻഡ് നമ്മുടെ സ്പൈനൽ കോഡിനും എന്തുണ്ട്? വൈറ്റ് മാറ്ററും ഉണ്ട്, ഗ്രേ മാറ്ററും ഉണ്ട്. ഇത് വൈറ്റ് മാറ്റർ ആണ്. ആൻഡ് ഈ എച്ച് ഷേപ്പിൽ വരുന്ന ഭാഗം നിങ്ങൾ കണ്ടോ? ഇത് ഗ്രേ മാറ്റർ ആണ് കേട്ടോ. ഇതെന്താണ്? ഗ്രേ മാറ്റർ. ഓക്കെ, ഗ്രേ മാറ്റർ. ഈ ഗ്രേ മാറ്ററിൽ ഒരു പ്രത്യേകതരം ന്യൂറോൺ ഉണ്ട്. ഗ്രേ മാറ്ററിൽ ഒരു പ്രത്യേകതരം ന്യൂറോൺ ഉണ്ട്. ഈ ന്യൂറോണിനെ വിളിക്കുന്ന പേരാണ് ഇന്റർ ന്യൂറോൺ. എന്താണ്? ഇന്റർ ന്യൂറോൺ. ഇതാണ് ഇന്റർ ന്യൂറോൺ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്തെന്നും കൂടി വിളിക്കാം? അതായത് നമ്മുടെ റിലേ ന്യൂറോൺ എന്ന് കൂടി വിളിക്കാം കേട്ടോ. റിലേ ന്യൂറോൺ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് എന്താ വരുന്നത്? സെൻസറി ന്യൂറോൺസ് സെൻസറി ഇമ്പൾസ് ആയിട്ട് വരുന്നുണ്ട്. സെൻസറി ന്യൂറോൺസ് നേരെ സ്പൈനൽ കോഡിലേക്ക് പ്രവേശിക്കുന്നത് ആര് വഴിയാണ്? ഈ കാണുന്ന ഡോർസൽ റൂട്ട് വഴിയാണ്. അപ്പൊ ഡോർസൽ റൂട്ട് വഴി സെൻസറി ന്യൂറോൺ ഇമ്പൾസുകളെ ആർക്ക് കൊണ്ടുപോയി കൊടുക്കും? ഇന്റർ ന്യൂറോണിന് കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ഇന്റർ ന്യൂറോൺ അത് വായിച്ച് മനസ്സിലാക്കും. ഓഹോ, അപ്പൊ ചൂട് പാത്രത്തിൽ കൊണ്ടുപോയി കൈ വെച്ചിട്ടുണ്ടല്ലേ, അപ്പൊ കൈ പൊള്ളുകയാണല്ലേ, അപ്പൊ പെട്ടെന്ന് കൈ തിരിച്ച് വലിച്ചേ പറ്റുള്ളൂ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടാക്കും. ആ റെസ്പോൺസ്, ആ ഇമ്പൾസ് എന്ത് ഇമ്പൾസ് ആയിരിക്കും? മോട്ടോർ ഇമ്പൾസ് ആയിരിക്കും അല്ലെ? എന്താണടാ? അതെന്താണ്? അത് മോട്ടോർ ഇമ്പൾസ് ആണ്. മോട്ടോർ ഇമ്പൾസിനെ ആരാണ് ഉണ്ടാക്കുന്നത്? അതായത് റെസ്പോൺസ് ആണല്ലോ മോട്ടോർ ഇമ്പൾസ്. ഇതിനെ ഉണ്ടാക്കുന്നത് ഇന്റർ ന്യൂറോൺ ആണ്. സോ ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ സഡൻ ആയിട്ട് ക്വിക്ക് ആയിട്ടുള്ള റെസ്പോൺസുകളെ ഉണ്ടാക്കുന്നത് ഇന്റർ ന്യൂറോൺ ആണ്. ആരാണടാ? ഇന്റർ ന്യൂറോൺ. ഓക്കെ, ഇന്റർ ന്യൂറോൺ ആണ് ഈ മോട്ടോർ ഇമ്പൾസിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്റർ ന്യൂറോൺ ഈ മോട്ടോർ ഇമ്പൾസിനെ നേരെ ആർക്കാ കൊടുക്കുക? മോട്ടോർ ന്യൂറോണിന് കൊടുക്കും. മോട്ടോർ ന്യൂറോണിന്റെ പാത്വേ എന്ത് പാത്വേ ആണ്? ദാറ്റ് ഈസ് ഇഫറന്റ് പാത്വേ. ഇഫറന്റ് പാത്വേ. ഓക്കെ, സോ ഈ മോട്ടോർ ന്യൂറോണ് ഇറങ്ങിപ്പോകുന്നത് ആര് വഴിയാണ്? വെൻട്രൽ റൂട്ട് വഴിയാണ് കേട്ടോ. ആര് വഴിയാണടാ? വെൻട്രൽ റൂട്ട് വഴി അല്ലെ? അതായത് സെൻസറി ന്യൂറോൺ വന്നത് ഡോർസൽ റൂട്ട് വഴിയും, അതേപോലെ എന്താ പറയാ, നമ്മുടെ മോട്ടോർ ന്യൂറോൺ പോകുന്നത് വെൻട്രൽ റൂട്ട് വഴിയുമാണ്. സോ വെൻട്രൽ റൂട്ട് വഴി ഈ ഒരു മോട്ടോർ ഇമ്പൾസ് എങ്ങോട്ടേക്ക് പോകും? തിരിച്ച് ഏതാണോ എഫക്റ്റർ ഓർഗൻ, ആ എഫക്റ്റർ ഓർഗനിലേക്ക് പോകും. എന്താണ്? ഏതാണോ എഫക്റ്റർ ഓർഗൻ, ആ എഫക്റ്റർ ഓർഗനിലേക്ക് പോകും. എടാ, ഇത് എഫറന്റ് പാത്വേ അല്ല, ഇതിനെന്തായിരുന്നു? ഇഫറന്റ് പാത്വേ ആണ് കേട്ടോ. മോട്ടോർ ന്യൂറോണിന്റെ പാത്വേ എന്താണ്? ഇഫറന്റ് ആണ്. ഞാൻ പറഞ്ഞു മാറിപ്പോയില്ലല്ലോ. ഇഫറന്റ് പാത്വേ. എഫറന്റ് പാത്വേ സെൻസറി ന്യൂറോണിന്റെ, ഇഫറന്റ് പാത്വേ ആണ് മോട്ടോർ ന്യൂറോണിന്റെ. ഓക്കെ, യെസ്. എന്നിട്ട് ഈ ഒരു ഇഫറന്റ് പാത്വേ വഴി ഈ ഒരു ഇമ്പൾസ്, മോട്ടോർ ഇമ്പൾസ് അല്ലെങ്കിൽ റെസ്പോൺസ്, ആ ക്വിക്ക് റെസ്പോൺസ് പോകുന്നത് നേരെ ആ ഒരു എഫക്റ്റർ ഓർഗൻ അല്ലെങ്കിൽ ഏതാണോ മസിൽ, ഏതാണോ ഓർഗൻ, കൈയാണെങ്കിൽ കൈ, കാലാണെങ്കിൽ കാല്, ആ റിലേറ്റഡ് മസിലിലേക്കാണ് ഇത് പോവുക കേട്ടോ. റിലേറ്റഡ് മസിലിലേക്കാണ് ഇത് പോകുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാലേ, ഇപ്പൊ നമ്മുടെ മസിലിൽ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ടല്ലോ അല്ലെ? ആ പ്രോട്ടീനൊക്കെ സ്ട്രക്ചറൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരും. ആൻഡ് നമ്മൾ സഡൻ ആയിട്ട് കയ്യോ കാലോ വിത്ഡ്രോ ചെയ്യാണ് ചെയ്യുക. അതാണ് നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത് റിഫ്ലെക്സ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സഡൻ റെസ്പോൺസിനെ ഉണ്ടാക്കുന്നതും, അതേപോലെ തന്നെ ഒരു ഭാഗത്തു നിന്നുള്ള സെൻസറി ന്യൂറോണും മറ്റേ ഭാഗത്തു നിന്നുള്ള മോട്ടോർ ന്യൂറോണും പരസ്പരം കണക്ട് ചെയ്യുന്ന ന്യൂറോൺ ആണ് ഇന്റർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ ഇസ് കണക്റ്റഡ് ബൈ ഇന്റർ ന്യൂറോൺ. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. ഈ ഒരു ആക്ഷൻ റിഫ്ലെക്സ് ആക്ഷനും നമ്മൾ ഈ വരച്ചിരിക്കുന്ന പാത്വേ കണ്ടോ? ഈ പാത്വേ ആണ് നമ്മുടെ റിഫ്ലെക്സ് ആർക്ക്. ഈ പാത്വേനെ നമ്മൾ എന്താ വിളിക്കുന്നത്? റിഫ്ലെക്സ് ആർക്ക്. ഈ പാത്വേനെയാണ് നമ്മൾ റിഫ്ലെക്സ്
ആർക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റിഫ്ലെക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത്. എടാ മക്കളെ ഒറ്റ സെക്കൻഡ്, മാം ഒരു കാര്യം നോക്കിക്കോട്ടെ. ഓക്കെ, റിഫ്ലെക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത്. സെറ്റ് ആയല്ലോ. അപ്പൊ ഈ പാത്ത് വേ ഒന്ന് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ, എങ്ങനെയാ പാത്ത് വേ വരുന്നത്? ഫസ്റ്റ് നമ്മുടെ സ്റ്റിമുലസ് വരും. എങ്ങോട്ട്? സെൻസ് ഓർഗൻ. സെൻസ് ഓർഗനിലെ റിസെപ്റ്റേഴ്സ് സ്റ്റിമുലസിനെ റിസീവ് ചെയ്തിട്ട് ഇമ്പൾസ് ഉണ്ടാക്കും. ഈ ഇമ്പൾസ് നമ്മുടെ എഫറന്റ് പാത്വേ വഴി, അതായത് സെൻസറി ന്യൂറോൺസ് വഴി നേരെ എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ ഡോർസൽ റൂട്ടിലേക്ക് പോകും. ഡോർസൽ റൂട്ട് വഴി ഇത് നേരെ നമ്മുടെ സ്പൈനൽ കോഡിലുള്ള ഇന്റർ ന്യൂറോണിലേക്ക് എത്തും. ഓക്കെ, ഇന്റർ ന്യൂറോണിലേക്ക് എത്തും. ഇന്റർ ന്യൂറോൺ ആ വന്ന മെസ്സേജിനെ വായിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാക്കും. ഈ റെസ്പോൺസ് വെൻട്രൽ റൂട്ട് വഴിയാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. യെസ്, വെൻട്രൽ റൂട്ട് വഴിയാണ് പോകുന്നത്. ഈ റെസ്പോൺസ് വെൻട്രൽ റൂട്ട് വഴി ഇറങ്ങുന്നു. ഈ റെസ്പോൺസ് മോട്ടോർ ഇമ്പൾസ് ആണ്, മോട്ടോർ ന്യൂറോൺ വഴിയാണ് പോകുന്നത്. അതായത് ഇഫറന്റ് പാത്വേ ഇതിനെ നേരെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ഇഫറന്റ് പാത്വേ എന്ന് പറഞ്ഞാൽ മോട്ടോർ ന്യൂറോൺസ് കേട്ടോ. ഇഫറന്റ് പാത്വേ ഇതിനെ നേരെ നമ്മുടെ ആ റിലേറ്റഡ് ഓർഗനിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് അവിടെ ആ ഒരു ആക്ഷൻ ഉണ്ടാവും. സോ ദിസ് ഇസ് റിഫ്ലെക്സ് ആർക്ക്. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വിത്ത് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രാം അടക്കം വിത്ത് ലേബലിംഗ് നിങ്ങൾ ഇത് പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ. ഞാനിവിടെ 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ഏത് വേണമെങ്കിലും പറയാം കേട്ടോ. ഇപ്പൊ എക്സാമ്പിൾസിൽ ഒന്നെന്ന് പറയുന്നത് നമ്മളെ ചൂട് പാത്രം, ഹോട്ട് ഒബ്ജക്റ്റിൽ നമ്മൾ കൈ വെക്കുമ്പോൾ നമ്മളെ ഹാൻഡ് വിത്ഡ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളെ മുട്ടിന്റെ താഴേക്ക് നിങ്ങൾക്കൊരു കുഞ്ഞ് അടി കിട്ടുകയാണെങ്കിൽ നമ്മളെ മുട്ട് പെട്ടെന്ന് വിറയ്ക്കും, കാല് തനിയെ പൊന്തുന്നുണ്ട്. ഒരു പെട്ടെന്നുള്ളൊരു റിഫ്ലെക്സ് ആക്ഷൻ, അതായത് നീ ജർക്ക് റിഫ്ലെക്സ്. നീ ജർക്ക് റിഫ്ലെക്സ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം എക്സാമ്പിൾ ആയിട്ട് കേട്ടോ. ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം. ഹോട്ട് ഒബ്ജക്റ്റിൽ തൊടുമ്പുള്ള ഹാൻഡ് വിത്ഡ്രോവൽ അല്ലെങ്കിൽ നീ ജർക്ക് റിഫ്ലെക്സ് എക്സാമ്പിൾ എഴുതാം. ഇതാണ് നീ ജർക്ക് റിഫ്ലെക്സ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത് ഇവിടെ? അതായത് ഇപ്പൊ നമുക്ക് അങ്ങനെ മുട്ടിന്റെ താഴെ ഒരു കുഞ്ഞി അടിയോ എന്തെങ്കിലും കാര്യം കിട്ടുകയാണെങ്കിൽ ആ സ്റ്റിമുലസിനെ നമ്മുടെ മസിലൊക്കെയുള്ള റിസെപ്റ്റേഴ്സ് റിസീവ് ചെയ്യും ആൻഡ് ഇമ്പൾസിനെ ജനറേറ്റ് ചെയ്യും. ആ ഇമ്പൾസ് എഫറന്റ് പാത്വേ വഴി ഈ കാണുന്നതാണ് ഡോർസൽ റൂട്ട് കേട്ടോ. ഇതാണ് ഡോർസൽ റൂട്ട്. ഓക്കെ, ഡോർസൽ റൂട്ടിൽ ഉള്ളിൽ കൂടിയാണ് എഫറന്റ് പാത്വേ പോകുന്നത്. അതായത് എഫറന്റ് പാത്വേ എന്ന് പറയുമ്പോൾ സെൻസറി ന്യൂറോൺസ്. അപ്പൊ സെൻസറി ന്യൂറോൺസ് ഈ ഇമ്പൾസിനെ ഡോർസൽ റൂട്ട് വഴി നേരെ എങ്ങോട്ടേക്ക് എത്തിക്കും? സ്പൈനൽ കോഡിലേക്ക്. ഇത് സ്പൈനൽ കോഡ്, ഇതിന്റെ വൈറ്റ് മാറ്ററും ഇത് ഗ്രേ മാറ്ററും. ഗ്രേ മാറ്ററിൽ പ്രത്യേക ന്യൂറോൺ ഉണ്ട്, ഇന്റർ ന്യൂറോൺ. സോ ഈ ഡോർസൽ റൂട്ട് വഴി വരുന്ന നമ്മുടെ എഫറന്റ് പാത്വേ അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺസ് ഇമ്പൾസിന് ഇന്റർ ന്യൂറോണിന് കൊണ്ടുപോയി കൊടുക്കും. ഇന്റർ ന്യൂറോൺ അതിനനുസരിച്ചുള്ള ക്വിക്ക് റെസ്പോൺസിനെ ഉണ്ടാക്കും. ആൻഡ് ആ റെസ്പോൺസ് നമ്മുടെ മോട്ടോർ ന്യൂറോൺ വഴി, മോട്ടോർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ ഏതാ പാത്വേ? ഇഫറന്റ് പാത്വേ വഴി വെൻട്രൽ റൂട്ട് വഴി ഇറങ്ങും. ഇതാണ് വെൻട്രൽ റൂട്ട് കേട്ടോ. വെൻട്രൽ റൂട്ട്, ഈ വെൻട്രൽ റൂട്ട് വഴിയാണ് എഫറന്റ് പാത്വേ പോകുന്നത്. നേരെ പോകുന്നത് നമ്മുടെ എഫക്ടർ ഓർഗൻ അല്ലെങ്കിൽ ആ മസിലിലേക്കാണ്. അപ്പൊ തന്നെ നമുക്ക് കാല് അത് അറിയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പൊങ്കി പോകും അല്ലെ, അതായത് റെസ്പോൺസ് അവിടെ ഉണ്ടാക്കും. ഓക്കെ, ഇതാണ് ആ പാത്വേ. ഇനി കൈയിന്റെ പറയുകയാണെങ്കിൽ നോക്കിക്കേ, ഹോട്ട് ഒബ്ജക്റ്റിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കൈ വെച്ച് തൊട്ടു എന്ന് വിചാരിക്കുക. നമ്മുടെ സ്കിന്നിലുള്ള പെയിൻ റിസെപ്റ്റേഴ്സ് ആണ് ഈ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നത്. ആൻഡ് അതിനനുസരിച്ച് അവർ എന്തിനെ ഉണ്ടാക്കും? ഇമ്പൾസിനെ ഉണ്ടാക്കും. ഈ ഇമ്പൾസ് നമ്മുടെ എഫറന്റ് ന്യൂറോൺ അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺ ഓർ എഫറന്റ് പാത്വേ വഴി നേരെ എങ്ങോട്ടേക്ക് എത്തും? ഈ കാണുന്ന ഡോർസൽ റൂട്ടിലേക്ക് എത്തും. ഡോർസൽ റൂട്ടോ സ്പൈനൽ കോഡിലേക്ക് എത്തും. അതുവഴി നേരെ അവരെന്ത് ചെയ്യും? ഗ്രേ മാറ്ററിലുള്ള ഇന്റർ ന്യൂറോൺ ഈ ഇമ്പൾസിനെ ഡെലിവർ ചെയ്യും. ഇന്റർ ന്യൂറോൺ ക്വിക്ക് റെസ്പോൺസിനെ ഉണ്ടാക്കും. ആൻഡ് റെസ്പോൺസ് നമ്മുടെ ഇഫറന്റ് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്ത് ന്യൂറോണാ? മോട്ടോർ ന്യൂറോൺ അല്ലെ. മോട്ടോർ ന്യൂറോൺ അല്ലെങ്കിൽ നമ്മുടെ ഇഫറന്റ് പാത്വേ വഴി ഇവര് ആ ഒരു റെസ്പോൺസിനെ കൊടുക്കും. ആൻഡ് ഈ ഇഫറന്റ് ന്യൂറോൺ ആര് വഴിയാ പുറത്തേക്ക് ഇറങ്ങുന്നത്? ഈ കാണുന്ന വെൻട്രൽ റൂട്ട് വഴി പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് അവർ വന്ന് നേരെ നമ്മുടെ കയ്യിലെ മസിൽസിലേക്കൊക്കെ എത്തും. മസിൽസിലുള്ള പ്രോട്ടീൻ ചേഞ്ച് കാരണം നമ്മൾ എന്ത് ചെയ്യും? കൈ വിത്ഡ്രോ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു പാത്വേ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പാത്വേ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതി വെക്കണം. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പാത്വേ റിഫ്ലെക്സ് ആർക്കും ആക്ഷൻ റിഫ്ലെക്സ് ആക്ഷനുമാണ്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. കണ്ടോ, നമ്മുടെ ചാപ്റ്റർ തന്നെ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, കാരണം പകുതിയല്ലേ പഠിക്കേണ്ടൂ അല്ലേ, ബാക്കി പകുതി നമുക്ക് ഇല്ലല്ലോ. സോ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ബ്രെയിനിന്റെ സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, വിത്ത് ലേബലിംഗ് നമ്മൾ പഠിച്ചു. ആൻഡ് റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് റിഫ്ലെക്സ് ആർക്കും നമ്മൾ ഇതുപോലെ തന്നെ വിത്ത് ലേബലിംഗ് വിത്ത് ഡയഗ്രാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് ബ്രെയിനിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ,
അതായത് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ, അതിലേതൊക്കെ ഭാഗങ്ങൾ വരുന്നുണ്ട്, ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ആൻഡ് അത് ലേബൽ ചെയ്യാനും ചോദിക്കാറുണ്ട്. പിന്നെ എന്താണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് ചോദിക്കും. ആ ഫ്ലോ ചാർട്ട് നിങ്ങളോട് എഴുതാൻ പറയും വിത്ത് എക്സാമ്പിൾ. സോ എന്താ റിഫ്ലക്സ് ആക്ഷൻ എഴുതി വെക്കുക. ആൻഡ് ഈ ഒരു പാത്വേ കണ്ടോ, ഇവിടെ കൊടുത്തൊരു ഫ്ലോ ചാർട്ട് കണ്ടോ, ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ എഴുതി വെക്കുക. ആൻഡ് ഓൾസോ എക്സാമ്പിൾ അല്ലെ, നീജർക്ക് റിഫ്ലക്സ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് തോന്നുന്നു. അത് ഏതാണോ എക്സാമ്പിൾ, ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ അതും സെറ്റായി. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്റർ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടേ, മൊത്തം ചാപ്റ്റർ എന്തായാലും എടുത്തു കഴിഞ്ഞു. അപ്പൊ പാർട്ട് 2 കാണുന്ന ആൾക്കാർ പാർട്ട് 1 പോയി കാണുക കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഞാൻ എടുത്തു കഴിഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഷോർട്ട് നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സോ എന്താ ചെയ്യുക, നന്നായിട്ട് ഇരുന്ന് പഠിക്കുക ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക. NCERT ലൈൻ ബൈ ലൈൻ റിവിഷൻ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ നമ്മൾ VDPP വിട്ടുപോകരുത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള 10 ഇമ്പോർട്ടന്റ് ക്വിസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നമുക്കത് ലൈവിൽ പരിഹരിക്കാം. അടുത്ത ആഴ്ച ഇതിന്റെ ലൈവായിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ എന്ത് ചെയ്യുക, എന്തായാലും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ QR കോഡ് യൂസ് ചെയ്തിട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്ക് യൂസ് ചെയ്തിട്ടോ എന്തായാലും നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പ് എടുത്തിട്ട് വേദാന്തും മലയാളം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഗ്രൂപ്പ് കിട്ടും. സോ ഡെയിലി ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വിസ് ക്വസ്റ്റ്യൻസ് കിട്ടും, നമ്മുടെ നോട്ട്സ് കിട്ടും, വീക്കിലി ലൈവും അസൈൻമെന്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിലാണ് കിട്ടുന്നത്. സോ ജോയിൻ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. എന്തിനാ ഇത്ര മടിയല്ലേ, എന്നാൽ പെട്ടെന്നൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്തേ. അതേപോലെ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുമ്പോൾ അവരോട് പറയാം ഈ ക്ലാസ് കണ്ട ഈ ചാപ്റ്റർ സെറ്റ് ആയിട്ട് മനസ്സിലാവും. എന്നിട്ട് അവരോട് ഈ ക്വിസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, ടെലഗ്രാം ഗ്രൂപ്പിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ.